കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ മികവ്, മണ്ഡലത്തിൽ ഉണ്ടായ വിവിധ ചർച്ചാ വിഷയങ്ങൾ, ദേശീയ, അന്തർദേശീയ, സംസ്ഥാന വിഷയങ്ങൾ എന്നിവയെല്ലാം പഠനമാക്കി. മാത്രമല്ല വിവിധ മണ്ഡലങ്ങളിലെ വ്യത്യസ്തരായിട്ടുള്ള വോട്ടർമാരോട് അഭിപ്രായങ്ങൾ തേടുകയും ഞങ്ങൾ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 20 മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയാണ് എന്ന് ഞങ്ങൾ വിലയിരുത്തിയത്. ഏറെക്കുറെ സമഗ്രമായ രീതിയിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് ഫലത്തെ ഞങ്ങൾക്ക് വിലയിരുത്താൻ സാധിച്ചു. എങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. കേരളം എങ്ങനെ ചിന്തിച്ചു, കേരളം എങ്ങനെ വിധിയെഴുതി എന്ന് ഏറെക്കുറെ സമഗ്രമായ രീതിയിൽ പറയാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. തികച്ചും ശാസ്ത്രീയമായി ഞങ്ങൾ നടത്തിയ പഠന രീതിയാണ് ഈ റിസൾട്ടുകളിലേക്ക് ഞങ്ങളെ എത്തിച്ചത്. കൊച്ചി പഴയ കൊച്ചിയല്ല. ഇത് ബിഗ് ബി സിനിമയിലെ ഒരു പ്രശസ്തമായ ഡയലോഗാണ്. ഇന്നത് കൂടുതൽ സത്യമായി വന്നിരിക്കുകയാണ്. UDFിൻ്റെ ഏറ്റവും ഉറച്ച രാഷ്ട്രീയ കോട്ടയാണ് എറണാകുളം പാർലമെൻറ്റ് മണ്ഡലം. എന്നാൽ ഈ എറണാകുളം പലപ്പോഴും കോൺഗ്രസിനെയും UDFിനെയും ചതിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിൽ പലതവണ കോൺഗ്രസിന് ഈ മണ്ഡലം കൈവിട്ടു പോയിട്ടുണ്ട്. 1996 സേവ്യർ അറക്കലിനോട് അങ്ങനെയാണ് KV തോമസ് തോറ്റത്. മാത്രമല്ല പിന്നീട് സെബാസ്റ്റ്യൻ പോൾ പലപ്പോഴും വെന്നിക്കൊടി പാറിച്ചതും കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് വഴക്കിനെ മുതലെടുത്താണ്. എന്നാൽ ഇന്ന് അതൊക്കെ മാറിയിരിക്കുന്നു. കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തവണ ലഭിച്ചത് ഹൈബി ഈഡനെയാണ്. എറണാകുളംകാർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവരുടെ പ്രിയങ്കരനായ ജോർജ് ഈഡൻ്റെ മകൻ. അതെ, UDF സ്ഥാനാർത്ഥിയായി ഇത്തവണയും ജോർജ് ഈഡൻ്റെ മകൻ ഹൈബി ഈഡൻ മത്സരിക്കുകയാണ്. ജോർജ് ഈഡൻ്റെ മകന് മറുപടിയായി ഇടതുപക്ഷവും ഒരു ടീച്ചറെ ഇത്തവണ മത്സരിപ്പിക്കുന്നു, KJ ഷൈൻ ടീച്ചർ. BJP ആകട്ടെ മണ്ഡലത്തിൻ്റെ സ്വഭാവം പരിഗണിച്ച് പഴയ കോൺഗ്രസ്സുകാരനെ തന്നെ ഇത്തവണ മത്സരത്തിന് ഇറക്കിയിട്ടുണ്ട്. ഡോക്ടർ KS രാധാകൃഷ്ണൻ. അദ്ദേഹം PSC ചെയർമാനായിരുന്നു, വൈസ് ചാൻസലറായിരുന്നു. എറണാകുളത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വികസന പ്രശ്നങ്ങൾ കുടിവെള്ളവും മാലിന്യ പ്രശ്നവും ഗതാഗത കുരുക്കുമൊക്കെയാണ്. അതുമാത്രവുമല്ല, നഗരവികസനവും കൃത്യമായി ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. പരമ്പരാഗതമായി UDFിനെ തുണച്ചു വരുന്ന ഈ മണ്ഡലത്തിൽ ഹൈബി ഈഡൻ്റെ വിജയം ഏതാണ്ട് ഉറപ്പാണ്. ഹൈബിയുടെ ഭൂരിപക്ഷം എത്രത്തോളം KJ ഷൈൻ ടീച്ചറിന് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ചോദ്യചിഹ്നം. എറണാകുളം ജില്ലയുടെ നഗരമേഖലയിൽ പെടുന്ന കളമശ്ശേരി, പറവൂർ, വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തറ, എറണാകുളം, തൃക്കാക്കര എന്നീ മണ്ഡലങ്ങളാണ് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പരമ്പരാഗതമായി UDFിനെ തുണയ്ക്കുന്ന ഈ മണ്ഡലങ്ങളിൽ പലതും ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ കൈവശമാണ്. മാത്രമല്ല കൊച്ചി കോർപ്പറേഷനും ഇടതുപക്ഷം ഭരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൊതുവെ UDFിനെ പിന്തുണയ്ക്കുന്ന പാരമ്പര്യമാണ് എറണാകുളം ജനത കാണിച്ചു വരുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം കൃത്യമായി പ്രവർത്തിച്ചു എന്നുള്ള ആത്മവിശ്വാസമാണ് ഹൈബി ഈഡനെ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് കൊണ്ടുപോയത്. നഗരം നേരിടുന്ന നിരവധി പ്രശ്നങ്ങളിൽ ഇടപെടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. മാത്രമല്ല പാർലമെന്റിൽ രാഷ്ട്രവും സംസ്ഥാനവും നേരിടുന്ന വിവിധ വിഷയങ്ങളിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും പ്രതിഷേധിക്കാനും അദ്ദേഹം തയ്യാറായിരുന്നു. മണിപ്പൂർ വിഷയത്തിൽ ഹൈബി ഈഡൻ പാർലമെന്റിൽ എടുത്ത നിലപാട് ദേശീയമായും കേരളത്തിലും വ്യക്തമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെ പാർലമെന്റിനകത്തും മണ്ഡലത്തിലും വ്യക്തമായും കൃത്യമായും പ്രവർത്തിക്കാൻ ഹൈബി ഈഡന് സാധിച്ചിരുന്നു. ഇതാണ് ഹൈബി ഈഡൻ്റെ വിജയത്തിന് ഇത്തവണ ആധാരമായി സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ KJ ഷൈൻ ടീച്ചർ അത്ര നിസാരക്കാരിയൊന്നുമല്ല. സേവന സാമൂഹിക രംഗങ്ങളിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന അവർക്ക് ഹൈബി ഈഡൻ്റെ വോട്ട് ബാങ്കിൽ കടന്നു കയറാൻ സാധിക്കും. BJPയുടെ സ്ഥാനാർത്ഥി ആവട്ടെ വിജയപ്രതീക്ഷയൊന്നും വലിയ തോതിൽ പങ്കുവയ്ക്കുന്നില്ല. തങ്ങളുടെ വോട്ട് പരമാവധി വർദ്ധിപ്പിക്കുക എന്ന കടമയാണ് KS രാധാകൃഷ്ണന് BJP നൽകിയിരിക്കുന്ന ചുമതല. അത് അദ്ദേഹം ഭംഗിയായി നിർവഹിക്കും. ഞങ്ങളുടെ പഠനത്തിൽ എറണാകുളം പാർലമെൻറ്റ് മണ്ഡലം ഇത്തവണയും ഹൈബി ഈഡനൊപ്പം സഞ്ചരിക്കാനാണ് കൂടുതൽ സാധ്യത. മന്ത്രി K രാധാകൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലമാണ് ആലത്തൂർ. കഴിഞ്ഞ തവണ PK ബിജുവിനെ പാട്ടും പാടി തോൽപ്പിച്ച രമ്യ ഹരിദാസിന് ആലത്തൂർ ഇത്തവണ കടുപ്പമായിരിക്കും. പാലക്കാട് ജില്ലയിലെ തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളും തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി എന്നീ നിയമസഭാ മണ്ഡലങ്ങളും ചേരുന്നതാണ് ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലം. രാഷ്ട്രീയമായി പണ്ട് മുതൽക്കേ ഈ മണ്ഡലം ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. 2009 ഇതിന്
ആലത്തൂർ എന്ന പേര് ലഭിക്കുന്നത്. അതിനു മുമ്പ് ഈ മണ്ഡലം അറിയപ്പെട്ടിരുന്നത് ഒറ്റപ്പാലം എന്ന പേരിലായിരുന്നു. ഒറ്റപ്പാലത്ത് നിന്ന് വിജയിച്ച ഒരു പ്രമുഖനുണ്ട്. അദ്ദേഹം കേരളത്തിൻ്റെ അഭിമാനമാണ്. രാജ്യത്തിൻ്റെ നേതാവായിരുന്നു. സാക്ഷാൽ KR നാരായണൻ. 2009 ഈ മണ്ഡലം രൂപീകരിക്കപ്പെട്ടത്. അന്നു മുതൽ തുടർച്ചയായി 2 വിജയങ്ങൾ നേടാൻ PK ബിജുവിന് സാധിച്ചിരുന്നു. 2009 14 ആലത്തൂരിൽ നിന്ന് വിജയിച്ചത് PK ബിജുവായിരുന്നു. എന്നാൽ കഥയാകെ മാറി. 3ാം വിജയം ലക്ഷ്യമിട്ടിറങ്ങിയ PK ബിജുവിന് കോഴിക്കോട് നിന്നും പാട്ടും പാടിയെത്തിയ രമ്യ ഹരിദാസിന് മുന്നിൽ അടിപതറി. 1,50,000-ൽ പരം വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ഒരു ബൂത്തിൽ 0 വോട്ട് മാത്രമാണ് ലഭിച്ചത്. അത് ദേശീയമായി തന്നെ അറിയുകയും ആകെ നാണക്കേടുണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇത്തവണ CPIM PK ബിജുവിനെ മാറ്റി അവരുടെ ഏറ്റവും കരുത്തനായ, ഭാവിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പോലും പരിഗണിക്കാൻ കൊള്ളുന്ന ഒരു സഖാവായ, ലളിത ജീവിതം നയിക്കുന്ന, യഥാർത്ഥ ഇടതു ജീവിതം നയിക്കുന്ന രാധാകൃഷ്ണനെ കളത്തിലിറക്കിയത്. ഒരു നല്ല ഭരണകർത്താവ് എന്ന നിലയിലും നല്ല മനുഷ്യസ്നേഹി എന്ന നിലയിലും അദ്ദേഹം ചേലക്കരയുടെ മനസ്സ് പണ്ടേ കവർന്നതാണ്. ആലത്തൂരിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം രമ്യ ഹരിദാസിൻ്റെയും കോൺഗ്രസിൻ്റെയും ചങ്കിടിപ്പ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ രമ്യ ഹരിദാസ് ശ്രമിച്ചിട്ടുണ്ട്. സ്ഥായിയായി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവർക്ക് സാധിച്ചില്ല. മണ്ഡലം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഗിരിവർഗ മേഖലയിലെ അടിസ്ഥാന വികസനമാണ്. ധാരാളം ആദിവാസികളും ദളിതരും താമസിക്കുന്ന ഈ മണ്ഡലത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നന്നേ കുറവാണ്. അത് പരിഹരിക്കാൻ രമ്യയ്ക്കായില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം പക്വതയുള്ള ഒരു ജനപ്രതിനിധിയാകാൻ രമ്യ ഹരിദാസിന് കഴിയാതെ പോയി. ഇത്തരത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ശക്തമായി ഇടപെടാത്തതുകൊണ്ട് പരാജയപ്പെട്ടു പോയ ഒരു രാഷ്ട്രീയ നേതാവാണ് രമ്യ ഹരിദാസ്. പാർലമെൻറ്റ് പാട്ടുപാടാനുള്ളതല്ല, പ്രസംഗം പറയാനും പ്രതിരോധിക്കാനും ബില്ലുകൾ കൊണ്ടുവരാനും ഉള്ളതാണ്. അത് അവർ മറന്നുപോയി. എന്നാൽ അവിടെയാണ് രാധാകൃഷ്ണൻ്റെ പ്രസക്തി. ഇടുക്കി ജില്ലയിലെ പുള്ളിക്കാനത്ത് ജനിച്ച് ചേലക്കരയിലെത്തി അവിടെ നിന്നും കേരള നിയമസഭയുടെ സ്പീക്കറും പലതവണ മന്ത്രിയുമായ രാധാകൃഷ്ണൻ ഒരു പക്വതയുള്ള രാഷ്ട്രീയ നേതാവ് എങ്ങനെയാണ് വളർന്നു വരേണ്ടത് എന്നതിന് മികച്ച മാതൃകയാണ്. ആലത്തൂർ എന്ന സംവരണ മണ്ഡലത്തിൻ്റെ യോജിച്ച ഒരു പാർലമെൻറ്റേറിയനായി രാധാകൃഷ്ണൻ മാറാനുള്ള സാധ്യത ഏറെയാണ്. ഞങ്ങൾ നടത്തിയ പഠനത്തിൽ രാധാകൃഷ്ണൻ വിജയിക്കുമെന്ന വ്യക്തമായ സൂചനയാണ് ലഭിച്ചത്. മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയാണ് പൊന്നാനി. കേരള രൂപീകരണത്തിന് ശേഷം നടന്ന ഏകദേശം എല്ലാ തിരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗിനും UDFനും ഇവിടെ വിജയിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട്. GM ബനാത് വാല, ഇബ്രാഹിം സുലൈമാൻ സേട്ട്, അഹമ്മദ് പോലെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പാർലമെൻറ്റിലെത്തിയത് പൊന്നാനി വഴിയാണ്. എന്നാൽ ഇന്ന് പൊന്നാനിയുടെ രാഷ്ട്രീയം തികച്ചും വ്യത്യസ്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. UDFനോ മുസ്ലിം ലീഗിനോ അങ്ങനെ പൂർണ്ണമായും മേധാവിത്വം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല പൊന്നാനി. പാലക്കാട് ജില്ലയിലെ തൃത്താല, മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടക്കൽ, തവനൂർ, പൊന്നാനി എന്നിവ ചേരുന്നതാണ് പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലം. പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിലെ നിലവിലെ MP ET മുഹമ്മദ് ബഷീറാണ്. എന്നാൽ മുസ്ലിം ലീഗ് ഒരു ചടുലമായ രാഷ്ട്രീയ നീക്കം നടത്തിക്കളഞ്ഞു. ET മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മാറ്റി. മലപ്പുറത്തെ MP അബ്ദുസമ്മദ് സമദാനിയെ പൊന്നാനിയിലേക്ക് മാറ്റി. എന്നാൽ ഇടതുപക്ഷവും ഒന്നും നോക്കിയില്ല. അടവ് നയ രാഷ്ട്രീയ പ്രകാരം അവർ ഇറങ്ങിക്കളിച്ചു. മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്ന KS ഹംസയെ അവർ മത്സരിപ്പിച്ചു. BJP ആകട്ടെ ഇത്തവണ മത്സരിപ്പിക്കുന്നത് നിവേദിത സുബ്രഹ്മണ്യനെയാണ്. എങ്കിലും BJPക്ക് കാര്യമായ രാഷ്ട്രീയ മേധാവിത്വം ഉള്ള ഒരു മണ്ഡലമല്ല എന്നതിനാൽ ഇവിടെ കാര്യമായ ഫലമൊന്നും BJP പ്രതീക്ഷിക്കുന്നുമില്ല. 1,93,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ ET മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ നിന്ന് നേടിയെടുത്തത്. എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാകുമെന്ന കണക്കൂട്ടലിലാണ് കുറച്ചുകൂടി സേഫായ മലപ്പുറത്തേക്ക് ET മുഹമ്മദ് ബഷീറിനെ UDF നേതൃത്വം മാറ്റിയത്. പാർലമെൻറ്റിലെ ഇടപെടൽ കൊണ്ടും തത്വജ്ഞാനം കൊണ്ടും രാഷ്ട്രീയ പ്രസംഗങ്ങൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടുമൊക്കെ വ്യക്തമായ ജനസ്വാധീനമുള്ള നേതാവാണ് സമദാനി. അതുകൊണ്ട് തന്നെയാണ് കുറച്ചുകൂടി കടുപ്പമായ മണ്ഡലം സമദാനിക്ക് ഇത്തവണ UDF നൽകിയത്. മുസ്ലിം ലീഗും സമസ്ത നേതൃത്വവും തമ്മിലുള്ള തർക്കമാണ് ഈ മണ്ഡലത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം.
അതോടൊപ്പം തന്നെ ആശുപത്രികളുടെയും വിദ്യാലയങ്ങളുടെയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെയും ഒക്കെ ലഭ്യതക്കുറവും ഈ മണ്ഡലത്തിൽ ചർച്ചയാക്കപ്പെട്ടു. എങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ BJP സർക്കാരിനെതിരായി കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ മുസ്ലിം ലീഗിൻ്റെ MPമാർക്ക് സാധിച്ചു എന്നുള്ളതാണ് UDFന് ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കാനുള്ള ഊർജം നൽകിയത്. ഹത്രാസിലും മണിപ്പൂരിലും വിവിധ കലാപ മേഖലകളിലും നേരിട്ട് ചെന്ന് പഠനം നടത്തി അവയെ പാർലമെൻറ്റിലും ജനങ്ങൾക്ക് മുന്നിലും അവതരിപ്പിക്കാൻ മുസ്ലിം ലീഗിൻ്റെ MPമാർക്ക് കഴിഞ്ഞിരുന്നു. ആ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണയും UDF ജനങ്ങൾക്ക് മുന്നിലേക്ക് വോട്ട് ചോദിച്ച് ഇറങ്ങിയത്. എന്നാൽ തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിൽ സ്ഥിരമായി ഇടതുപക്ഷം ചെയ്യുന്ന അതേ തന്ത്രമാണ് പൊന്നാനിയിലും CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇത്തവണയും സ്വീകരിച്ചത്. KT ജലീലിൻ്റെ കാര്യത്തിലും അബ്ദുറഹിമാൻ്റെ കാര്യത്തിലുമൊക്കെ സംഭവിച്ചതുപോലെ തന്നെ ഇടതുപക്ഷത്ത് നിന്ന് ഒരാളെ മത്സരിപ്പിക്കുന്നതിന് പകരം ലീഗിൽ നിന്ന് ഒരാളെ അടർത്തി മാറ്റി കൃത്യമായ ആളും അർത്ഥവുമുള്ള KS ഹംസയെ പോലെ ഒരാളെ മത്സരിപ്പിക്കുന്നതിലൂടെ ഇടതുപക്ഷം ഒരു വിജയം തന്നെയാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. എന്നിരുന്നാലും അബ്ദുൽ സമദ് സമദാനിയുടെ വിജയത്തെ തടയാൻ അതൊന്നും പോരാതെ വരും എന്ന് ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ചിലപ്പോൾ കുറയ്ക്കാൻ സാധിച്ചേക്കാം. ഞങ്ങൾ നടത്തിയ പഠനത്തിൽ അബ്ദുൽ സമദ് സമദാനി ഉറപ്പായും വിജയിക്കുമെന്ന സൂചനയാണ് ലഭിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിൽ ആദ്യമായി ഒരു സംഘടിത കലാപം നടന്ന് ആറ്റിങ്ങലിലാണ്. 2009 ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം രൂപീകരിക്കപ്പെട്ടത്. എന്നാൽ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം 2009 രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് ഈ മണ്ഡലം അറിയപ്പെട്ടിരുന്നത് ചിറയൻകീഴ് എന്ന പേരിലാണ്. ചിറയൻകീഴിൻ്റെ ജനപ്രതിനിധികളായിരുന്നു വയലാർ രവിയും സുശീല ഗോപാലനും സമ്പത്തും അനിരുദ്ധനുമൊക്കെ. 2009 മുതൽ 2019 വരെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് സമ്പത്താണ്. എന്നാൽ അട്ടിമറി വിജയത്തിലൂടെ 2019 അടൂർ പ്രകാശ് ഈ മണ്ഡലം കോൺഗ്രസിന് വേണ്ടി നേടിയെടുക്കുകയുണ്ടായി. പൊതുവെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് ദുർഘടമായിട്ടുള്ള ഒരു മണ്ണാണ് ചിറയൻകീഴും ആറ്റിങ്ങലുമൊക്കെ. എന്നാൽ അടൂർ പ്രകാശിൻ്റെ വരവോടുകൂടി ഈ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം ഇന്ന് മാറുകയും ഈ മണ്ഡലത്തിൽ രൂക്ഷമായിട്ടുള്ള മത്സരം ഇത്തവണ നടക്കുകയും ചെയ്യുന്നു. UDFനായി ഇത്തവണയും മത്സരിക്കുന്നത് നിലവിലെ MP അടൂർ പ്രകാശാണ്. LDFനായി മത്സരിക്കുന്നതാകട്ടെ നിലവിലെ വർക്കല MLAയും CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായ സഖാവ് വി ജോയ്. കേന്ദ്രമന്ത്രിയും BJPയുടെ ദേശീയ നേതാവുമായ വി മുരളീധരനാണ് ഇത്തവണ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട എന്നീ മണ്ഡലങ്ങൾ ചേരുന്നതാണ് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം. ഈ മണ്ഡലത്തിൽ പ്രധാനമായും ചർച്ചയായിരിക്കുന്നത് മണ്ഡലത്തിൻ്റെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ തന്നെയാണ്. കാർഷിക വിലത്തകർച്ചയും അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധികളുമൊക്കെ ഒരേ സമയം ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തെ ബാധിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ നഗരത്തിൻ്റെ വികസനം പ്രധാനമായും ഒരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ പൂർത്തീകരണം 2019 തിരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു. എന്നാൽ നാളിതുവരെയും അതിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ അടൂർ പ്രകാശിന് സാധിച്ചില്ല എന്നുള്ള വിമർശനം ഇടതുപക്ഷം കൃത്യമായി ഉന്നയിക്കുന്നുണ്ട്. CPIM പ്രവർത്തകർക്ക് ഏറെ ഊർജ്ജം നൽകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇത്തവണ അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഏറെക്കാലമായി അവർക്ക് ലഭിക്കാതിരുന്ന ഒരു അനുകൂല ഘടകമായി നമുക്ക് ഇതിനെ വിലയിരുത്താം. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നമുക്ക് ജോയിനെ കാണാൻ സാധിക്കും. അതേസമയം തന്നെ അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആറ്റിങ്ങൽ പ്രദേശവാസി അല്ല എങ്കിൽ കൂടിയും കഴിഞ്ഞ 5 വർഷം കൊണ്ട് മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് തൻ്റെ സ്വാധീനം ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് ഫണ്ടിൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യത്തിലായാലും പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. എന്നാൽ അടൂർ പ്രകാശ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ഫണ്ടോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലോ കോൺഗ്രസ് പ്രവർത്തകർക്ക് യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയുമില്ല. അതിനനുസരിച്ചുള്ള ആളിനെയും അർത്ഥത്തെയും പ്രവർത്തനത്തിന് ഇറക്കാൻ അടൂർ പ്രകാശിനെ സാധിച്ചിട്ടുണ്ട്. 2019 കൃത്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലൂടെയാണ് അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ വിജയിച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അന്ന് ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇരട്ട വോട്ടുകളായിരുന്നു. അങ്ങനെ മണ്ഡലത്തിൽ ധാരാളം ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നത് നീക്കം ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഇത്തവണയും അദ്ദേഹം ആ ഒരു ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. എങ്കിലും ഇലക്ഷൻ കമ്മീഷൻ അതിനെ തള്ളിക്കളഞ്ഞു. എങ്കിലും CPM-നെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിൽ കൃത്രിമം ചെയ്യാനുള്ള പല സാധ്യതകളെയും ഈ പരാതിയും അദ്ദേഹത്തിൻ്റെ നിതാന്ത ജാഗ്രതയും ഇല്ലാതാക്കി എന്ന് വേണം നമ്മൾ കരുതാൻ. വി മുരളീധരനെ സംബന്ധിച്ച് പറയുമ്പോൾ BJP ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിപ്പിച്ച കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ. അദ്ദേഹം ഒരു വിജയപ്രതീക്ഷ അവിടെ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം
ആ പ്രതീക്ഷ പൂവണിയും എന്നുള്ളത് ഭാവിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ വിജയ പ്രതീക്ഷയാണ് അദ്ദേഹം വെച്ചു പുലർത്തുന്നത്. ദേശീയ BJP നേതൃത്വം 5 സീറ്റ് വിജയിക്കുമെന്ന് പറയുന്ന A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി നമുക്ക് ആറ്റിങ്ങലിനെ വിലയിരുത്താം. പക്ഷേ യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത് BJPക്ക് ഇവിടെ ഒരു വിജയ സാധ്യത ഇല്ല എന്ന് തന്നെയാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ ഉള്ള ഒരു ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ്, രാഷ്ട്രീയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. എങ്കിലും നമ്മൾ തൃശ്ശൂരും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഒക്കെ കാണുന്നത് പോലെ തന്നെ BJP സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകളാണ് ഈ മണ്ഡലത്തിലെ വിജയ പരാജയത്തെ നിർണ്ണയിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. വിശേഷിച്ച് ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട 2 വോട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ വോട്ടർമാർ എന്ന് പറയുന്നത് ഈഴവ സമുദായ അംഗങ്ങളും മുസ്ലിം സമുദായ അംഗങ്ങളുമാണ്. അവർക്കാണ് പരമ്പരാഗത ഈ മണ്ഡലത്തിൽ നല്ല സ്വാധീനമുള്ളത്. BJPയിലേക്ക് ഈഴവ സമുദായത്തിൻ്റെ വോട്ട് ഒരു പരിധിവരെയും ഒഴുകിപ്പോകുന്നത് വി ജോയിയുടെ വിജയത്തെ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ CPIM ഉയർത്തിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് CAA എന്ന് പറയുന്ന അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയമാണ് ഉയർത്തിയിരുന്നത്. അത് ആറ്റിങ്ങൽ പാർലമെന്റിലെ മുസ്ലിം ജനത്തെ എങ്ങനെ ബാധിച്ചു, അവരുടെ വോട്ടിങ്ങിനെ എന്നത് ബാധിച്ചു എന്നതിനെ ആശ്രയിച്ചാണ് അടൂർ പ്രകാശിൻ്റെ വിജയം ഇരിക്കുന്നത്. വി ജോയിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല ഒരു ജനകീയനായ സ്ഥാനാർത്ഥിയാണ്. അടൂർ പ്രകാശിന് ശക്തമായിട്ടുള്ള മത്സരം കൊടുക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് ആറ്റിങ്ങൽ മണ്ഡലം പോകാനുള്ള സാധ്യതയാണ് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ മനസ്സിലാകുന്നത്. ആര് വിജയിച്ചാലും വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ തവണയും അടൂർ പ്രകാശ് വിജയിച്ചത് 38,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ്. ഈ മണ്ഡലത്തിലെ നിയമസഭാ സെഗ്മെൻറ്റുകളെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വ്യക്തമായിട്ടുള്ള മേധാവിത്വമുണ്ട്. അതുമാത്രമല്ല ഈ മണ്ഡലത്തിന് പൊതുവേ ഒരു ഇടതുപക്ഷ ചായ്വ് നമുക്ക് കണ്ടുവരുന്നുമുണ്ട്. എങ്കിലും ഇവിടുത്തെ UDFന് ഒരു അപ്രാപ്യമായ മണ്ഡലങ്ങളൊന്നുമല്ല എന്നാണ് 2019 അതിനു മുൻപ് തലേക്കുന്നിൽ ബഷീറും വയലാർ രവിയും ഒക്കെ വിജയിച്ച തിരഞ്ഞെടുപ്പുകളെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നത്, ഞങ്ങൾ നടത്തിയ പഠനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് മണ്ഡലത്തിൽ അടൂർ പ്രകാശിന് ചെറിയൊരു മേധാവിത്വമുണ്ട്. എങ്കിലും അത് ഒരു പരിപൂർണമായ മേധാവിത്വമല്ല. വി ജോയി വിജയിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഈ തിരഞ്ഞെടുപ്പിൽ എല്ലാവിധ സന്നാഹങ്ങളുമായിട്ടാണ് വി മുരളീധരൻ മത്സരിക്കാൻ ഇറങ്ങിയത്. അദ്ദേഹം ചിട്ടയായ പ്രവർത്തനം നടത്തുന്ന കാര്യത്തിൽ വിജയിച്ചു എന്നാണ് ഞങ്ങളുടെ പഠനം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് ചിലപ്പോൾ വി മുരളീധരനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈഴവ വോട്ടിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന അടൂർ പ്രകാശിന് അതൊരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല CAA അടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷത്തിന് വി ജോയിക്ക് അനുകൂലമായി ഈ മണ്ഡലത്തിലെ മുസ്ലിം സമുദായ അംഗങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് അടൂർ പ്രകാശിൻ്റെ വിജയ സാധ്യതയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വി ജോയിക്ക് ഒരു ചുരുങ്ങിയ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിക്കാൻ സാധിക്കും. കേരളത്തിൻ്റെ അക്ഷരനഗരിയാണ് കോട്ടയം. കേരള കോൺഗ്രസുകളുടെ വത്തിക്കാനാണ്. ഇത്തവണ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് 2 കേരള കോൺഗ്രസുകളാണ്. നിലവിലെ കോട്ടയം MP തോമസ് ചാഴികാടനും മുൻ ഇടുക്കി MP K ഫ്രാൻസിസ് ജോർജുമാണ് ഇരുമുന്നണികൾക്കുമായി ഇവിടെ ഏറ്റുമുട്ടുന്നത്. BDJ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും സജീവമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്നു. പരമ്പരാഗതമായി UDFനെയും LDFനെയും മാറി മാറി പിന്തുണച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് കോട്ടയം. എക്കാലവും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും കോട്ടയായിരുന്നു കോട്ടയം. എന്നാൽ ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിലും 1984 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി K സുരേഷ് കുറുപ്പ് കോട്ടയത്ത് നിന്ന് വിജയിച്ചു കയറി. അതുകൊണ്ട് കോട്ടയം ആരുടെയും സ്വന്തം കോട്ടയല്ല. കോട്ടയത്തെ ജനങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട്. ആരെ വിജയിപ്പിക്കണമെന്ന്, ആരെ പരാജയപ്പെടുത്തണമെന്ന്. അതുതന്നെയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും കോട്ടയത്തെ ജനവിധിയിൽ പ്രതിഫലിക്കുക. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച തോമസ് ചാഴികാടനാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. UDF ഇത്തവണ മത്സരിപ്പിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവും മുൻ മന്ത്രിയുമായിരുന്ന KM ജോർജിൻ്റെ പുത്രൻ K ഫ്രാൻസിസ് ജോർജിനെയാണ്. ഇടുക്കി MP എന്ന നിലയിൽ മികച്ച പ്രവർത്തനം നടത്തിയ അദ്ദേഹം കോട്ടയത്തേക്ക് ചുവടുമാറുമ്പോൾ തോമസ് ചാഴികാടന് എതിരായ ഒരു ശക്തമായ മത്സരമാണ് ഇവിടെ UDFന് കാഴ്ചവെക്കാൻ സാധിച്ചത്. NDAയ്ക്കായി ഇത്തവണ മത്സരിക്കുന്നത് BDJS നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയാണ്. ഈഴവ സമുദായത്തിലടക്കം
നിർണായക സ്വാധീനവും പിന്തുണയുമുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ മത്സരമാണ് ഇത്തവണ കോട്ടയത്തിൻ്റെ മത്സരത്തെ ഏറെ പ്രസക്തമാക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളി പിടിക്കുന്ന വോട്ടുകളാണ് സത്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വിജയപരാജയത്തെ നിർണ്ണയിക്കാൻ പോകുന്നത്. പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് ഒപ്പം നിൽക്കുന്ന ഏറ്റുമാനൂരിലെയും വൈക്കത്തെയും വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് സാധിക്കുമെന്നുറപ്പാണ്. ഇത് ഇടതുപക്ഷത്തിൻ്റെ വിജയസാധ്യതയെ ഗണ്യമായി കുറയ്ക്കും എന്നുള്ളത് തീർച്ചയാണ്. UDFിനെ സംബന്ധിച്ചിടത്തോളം കെ ഫ്രാൻസിസ് ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയ ആവേശമാണ് ആദ്യഘട്ടത്തിൽ നൽകിയത്. എന്നാൽ ജോസഫ് ഗ്രൂപ്പിനകത്തുണ്ടായ അസ്വാരസ്യങ്ങൾ UDFിൻ്റെ പ്രചരണത്തിൽ മങ്ങലേൽപ്പിച്ചു എന്നുള്ളത് വാസ്തവമാണ്. NDAയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ PC തോമസ് നേടിയ 1.5 ലക്ഷത്തിൽ നിന്നും വോട്ട് 2.5 ലക്ഷമോ 3 ലക്ഷമോ ആയി വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യമാണ് അവർ ഇടുന്നത്. UDF വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് എത്തിച്ചേർന്ന തോമസ് ചാഴികാരൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചത് മുൻ എതിരാളിയായ VN വാസവനാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൃത്യമായി രാഷ്ട്രീയ പ്രചരണം നടത്താൻ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് അവരുടെ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ ആധാരം. കോട്ടയം ജില്ലയിലെ പാല, കടുത്തുരുത്തി, പുതുപ്പള്ളി, വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം നിയമസഭാ മണ്ഡലവും എറണാകുളം ജില്ലയിലെ പിറവവും ചേരുന്നതാണ് ഇന്നത്തെ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും സുരേഷ് കുറുപ്പും രമേശ് ചെന്നിത്തലയും സ്കറിയ തോമസുമൊക്കെ പാർലമെൻറ്റിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിന്നും ഏറെ രാഷ്ട്രീയമായി മാറിയ മണ്ഡലമാണ് ഇന്ന് കോട്ടയം പാർലമെൻറ്റ്. UDFിൽ നിന്നും LDFിലേക്ക് ചേക്കേറിയ കേരള കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഇത്തവണ ഇടതുപക്ഷത്തിന് വീണാൽ അത് LDFിന് അനുകൂലമാകും. എന്നാൽ ആ വോട്ടുകൾ UDFിന് തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് UDFിനാണ് കൂടുതൽ സാധ്യത നൽകുന്നത്. മാത്രമല്ല, ക്രൈസ്തവർക്കിടയിൽ നടക്കുന്ന BJPക്ക് അനുകൂലമായിട്ടുള്ള അനുരണനങ്ങൾ BJPയുടെ വോട്ട് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. ഇത്തരത്തിൽ ഏറെ താല്പര്യജനകമായ ഒരു റിസൾട്ടാണ് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഞങ്ങൾ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും 50,000-ലധികം ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജ് വിജയിക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. സപ്തഭാഷകളുടെ സംഗമവേദിയാണ് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം. കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം എക്കാലവും ഇടതുപക്ഷത്തെ തുണച്ചിട്ടുള്ളതാണ്. എങ്കിലും ചില അടിയൊഴുക്കുകളുടെ ഫലമായി CPMൻ്റെ വൻ നേതാക്കൾ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ തോറ്റിട്ടുമുണ്ട്. അത്തരത്തിലൊരാളാണ് EK നായനാർ. യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രനോട് EK നായനാർ തോറ്റ ചരിത്രം കാസർഗോഡിനുണ്ട്. AK ഗോപാലനും EK നായനാരും P കരുണാകരനും ഒക്കെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഇടതുപക്ഷ നേതാക്കളാണ്. എന്നാൽ ഇന്ന് കാസർഗോഡിൻ്റെ രാഷ്ട്രീയ സ്വഭാവം മാറിയിരിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ്, കാഞ്ഞങ്ങാട്, ഉദുമ, തൃക്കരിപ്പൂർ, മഞ്ചേശ്വരം എന്നീ മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കല്യാശ്ശേരി മണ്ഡലങ്ങളും ചേരുന്നതാണ് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം. പെരിയ ഇരട്ട കൊലപാതകവും ശബരിമല സ്ത്രീ പ്രവേശനവുമൊക്കെയാണ് 2019 കൊല്ലംകാരനായ രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയിപ്പിച്ചത്. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങൾക്കിടയിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന സ്ഥാനാർത്ഥിയെ ഇപ്പോഴും പ്രസക്തനായി നിലനിർത്തുന്നത്. രാഷ്ട്രീയമായി കോൺഗ്രസിന് ഏറെ സ്വാധീനമില്ലാത്ത ഒരു മണ്ഡലമാണ് കാസർഗോഡ്. മഞ്ചേശ്വരവും കാസർഗോഡും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 5 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ MLAമാരാണ് വിജയിച്ചിട്ടുള്ളത്. ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളും നഗരസഭയും ഭരിക്കുന്നതും ഇടതുപക്ഷം തന്നെയാണ്. അങ്ങനെ ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായി ഏറെ മേൽക്കോയ്മയുള്ള ഒരു മണ്ഡലമാണ് കാസർഗോഡ്. 2019 ഒരു ദേശാടന കിളിയായി കാസർഗോഡ് മത്സരിക്കാനെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനെ എതിരിട്ടത് KP സതീഷ് ചന്ദ്രനായിരുന്നു. അദ്ദേഹത്തെ 40,438 വോട്ടുകൾക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പരാജയപ്പെടുത്തിയത്. എന്നാൽ ഇന്ന് സ്ഥിതി ഏറെ മാറിയിരിക്കുന്നു. ഇത്തവണയും രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ് UDF സ്ഥാനാർത്ഥി. എന്നാൽ CPIM KP സതീഷ് ചന്ദ്രനെ മാറ്റി കൂടുതൽ ജനസ്വീകാരനായ MV ബാലകൃഷ്ണനെയാണ് മത്സരിപ്പിക്കുന്നത്. BJP ആകട്ടെ അവരുടെ മുൻകാല ശക്തി കേന്ദ്രത്തിൽ ML അശ്വിനിയെ മത്സരിപ്പിക്കുന്നു. BJPക്ക് കാര്യമായ വോട്ട് വിഹിത വർധനവ് ഇത്തവണ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് വേണം കരുതാൻ. CPM ആകട്ടെ തികഞ്ഞ രാഷ്ട്രീയ മത്സരമാക്കിയാണ് ഇതിനെ എടുത്തിരിക്കുന്നത്. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താനാകട്ടെ പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂടുകൾക്കൊക്കെ പുറത്തേക്ക് ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മത്സരം തനിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ് നടത്തിയത്. ഈ മണ്ഡലത്തെ സംബന്ധിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ മണ്ഡലത്തിൽ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ, സാമൂഹിക വികസന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായ BJPയുടെ രാഷ്ട്രീയം, CAA,
UAPA അടക്കമുള്ള വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അതുമാത്രവുമല്ല, കാസർഗോഡിന് ഒരു എയിംസ് എന്ന വാഗ്ദാനം രാജ്മോഹൻ ഉണ്ണിത്താന് ഇതുവരെയും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഇത്തരത്തിൽ നിരവധി ആരോഗ്യ മേഖലയിലെയും വികസന മേഖലയിലെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ മതപരമായ വിഷയങ്ങളൊക്കെ കാസർഗോഡ് ചൂടൻ ചർച്ചകൾക്ക് കാരണമായി. ഇങ്ങനെയൊക്കെയാണെങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താൻ ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പഠനം തെളിയിക്കുന്നത്. ബുദ്ധമത സ്വാധീനമുള്ള ഒരു ദേശമായിരുന്നു മാവേലിക്കര. മാവേലിക്കര മണ്ഡലം ബുദ്ധമതം പോലെ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. കോട്ടയം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലായി. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര, കുന്നത്തൂർ, പത്തനാപുരം നിയോജക മണ്ഡലങ്ങളും ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര നിയോജക മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയും ചേരുന്നതാണ് മാവേലിക്കര. മാവേലിക്കര പരമ്പരാഗതമായി UDF എന്നും തുണച്ചിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ്. എന്നാൽ ആ മാവേലിക്കര, അതായത് പഴയ മാവേലിക്കര, ഒരു ജനറൽ മണ്ഡലമായിരുന്നു. 2009 ഇന്നത്തെ അവസ്ഥയിൽ രൂപീകൃതമായ മാവേലിക്കര മണ്ഡലം ഒരു SC സംവരണ മണ്ഡലമാണ്. പരമ്പരാഗതമായി കോൺഗ്രസിനെ തുണയ്ക്കുന്ന ഒരു മണ്ഡലമാണ് മാവേലിക്കര. PJ കുര്യനും തമ്പാൻ തോമസും രമേശ് ചെന്നിത്തലയും ഒക്കെ നിരവധി തവണ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മണ്ഡലമാണ് പഴയ മാവേലിക്കര ലോക്സഭാ മണ്ഡലം. എന്നാൽ ഇന്നത്തെ രീതിയിൽ രൂപീകൃതമായ മാവേലിക്കര മണ്ഡലം ഒരു SC സംവരണ മണ്ഡലമാണ്. 2009 മുതൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ് മാവേലിക്കരയുടെ MP. തൻ്റെ 10ാം ലോക്സഭാ മത്സരത്തിനിറങ്ങിയ കൊടിക്കുന്നിൽ സുരേഷാണ് മാവേലിക്കരയിലെ ഇത്തവണത്തെയും UDF സ്ഥാനാർത്ഥി. ഇടതുപക്ഷമാകട്ടെ CPIയുടെ യുവ സ്ഥാനാർത്ഥിയായ CA അരുൺകുമാറിനെ മത്സരിപ്പിക്കുന്നു. BDJS സ്ഥാനാർത്ഥി ബൈജു കലാശാലയാണ് NDAയ്ക്കായി മത്സരിക്കുന്നത്. ആലപ്പുഴയുടെ പടിഞ്ഞാറൻ മേഖലയും കൊല്ലം ജില്ലയുടെ മലയോര മേഖലയും കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയും ഒക്കെ ഉൾപ്പെടുന്ന ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം വളരെ വ്യത്യസ്തതയാർന്നതാണ്. ആലപ്പുഴയിലെയും കോട്ടയം ജില്ലയിലെയും ഒക്കെ നിയമസഭാ മണ്ഡലങ്ങൾ കാണിക്കുന്ന പൊതുവായ ഒരു പ്രവണത ലോക്സഭയിൽ UDF അനുകൂലമായി വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ മേഖലയിലെ ഭൂരിപക്ഷം കൊണ്ടാണ് പലപ്പോഴും കൊടിക്കുന്നിൽ സുരേഷ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്നത്. എന്നാൽ കൊല്ലം ജില്ലയിലെ കുന്നത്തൂരും പത്തനാപുരവും കൊട്ടാരക്കരയും ഒക്കെ പലപ്പോഴും കൊടിക്കുന്നിൽ സുരേഷിന് എതിരായി വിധി എഴുതുന്ന സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ തവണ ചിറ്റയം ഗോപകുമാറുമായിട്ടുള്ള മത്സരത്തിൽ പക്ഷേ തൻ്റെ ഭൂരിപക്ഷം 60,000-ന് മുകളിലേക്ക് എത്തിക്കാൻ കൊടിക്കുന്നിൽ സുരേഷിന് സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനൊപ്പമാണ്. 7 മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനൊപ്പം പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റം ഇവിടെ ഇടതുപക്ഷത്തിന് കരുത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. മുൻകാലങ്ങളിൽ UDF ശക്തമായിട്ടുള്ള വേരോട്ടമുള്ള ഒരു മണ്ഡലമായിരുന്നു മാവേലിക്കര. എങ്കിലും 2019 ശേഷം കേരള കോൺഗ്രസ് എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ചൂട് മാറ്റിയത് ഈ മണ്ഡലത്തെ സംബന്ധിച്ച് ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാക്കി മാറ്റിയിട്ടുണ്ട്. നിലവിൽ 7 നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷമാണ് കൈവശം വെച്ചിരിക്കുന്നത്. ഇത് കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം 10ാമത്തെ തവണയാണ് ഈ മേഖലയിൽ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത്. അദ്ദേഹം മുൻപ് മത്സരിച്ച അടൂർ പാർലമെന്റ് മണ്ഡലത്തിലെ മിക്കവാറും മണ്ഡലങ്ങളെല്ലാം ഇവിടെ ഇപ്പോഴും മാവേലിക്കരയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മാവേലിക്കര മണ്ഡലത്തിൽ സ്ഥിരമായി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനെതിരെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ ഇന്ന് UDF-നകത്തും പുറത്തും ശക്തമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരു MP എന്ന നിലയിൽ മാവേലിക്കരയ്ക്ക് നൽകേണ്ട പരിഗണന കൊടിക്കുന്നിൽ സുരേഷിന് നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ വ്യക്തമാണ്. അദ്ദേഹത്തിന് മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോ ഒന്നും സാധിച്ചിട്ടില്ല. കാരണം അദ്ദേഹം പലപ്പോഴും കൂടുതൽ സമയവും ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിരിക്കാം. ഇക്കാരണത്താൽ അദ്ദേഹത്തിനെതിരായുള്ള ശക്തമായ ജനരോഷം മണ്ഡലത്തിലാകമാനം തന്നെയുണ്ട്. മാത്രവുമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ചുറുചുറുക്കുള്ള ഒരു യുവ സ്ഥാനാർത്ഥിനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. അതിൻ്റെ ഉന്മേഷം ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനത്തിൽ മുഴുവൻ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. വേണ്ടി വന്നാൽ തങ്ങൾക്ക് ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഇടതുപക്ഷം ഈ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിൽ മുഴുവൻ ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നത്. എങ്കിലും ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ഇലക്ഷൻ സംവിധാനങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് ധാരണ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BDJS-ൻ്റെ സ്ഥാനാർത്ഥിത്വം നമ്മളിവിടെ വളരെ സംശയത്തോടു കൂടി കാണേണ്ടത്. BDJS-ൻ്റെ സ്ഥാനാർത്ഥിയായി ബൈജു കലാശാല വന്നത് കൊടിക്കുന്നിൽ സുരേഷിനെ സഹായിക്കാനാണ് എന്നുള്ള ഒരു ആക്ഷേപം മണ്ഡലത്തിൽ ആകമാനം പരന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് ഇടതുപക്ഷം മണ്ഡലത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു.
വളരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് മാവേലിക്കരയിൽ ഇത്തവണ നടന്നിട്ടുള്ളത്. യുവ സ്ഥാനാർത്ഥി എന്നുള്ള പരിഗണന, ഇടതുപക്ഷത്തിൻ്റെ കൃത്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനം, കൊടിക്കുന്നിൽ സുരേഷിനുള്ള ജനരോഷം എന്നിവ കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള CA അരുൺകുമാർ വിജയിച്ചു കയറുമെന്നാണ് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ മനസ്സിലാകുന്നത്. ഇടുക്കി എന്ന മിടുക്കി എപ്പോഴും രാഷ്ട്രീയമായി ചാഞ്ചാട്ടം കാണിക്കുന്ന ഒരു മണ്ഡലമാണ്. CM സ്റ്റീഫനും MM ലോറൻസും PT തോമസും ഫ്രാൻസിസ് ജോർജുമൊക്കെ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ഇടുക്കി. എറണാകുളം ജില്ലയിലെ കോതമംഗലവും മൂവാറ്റുപുഴയും, ഇടുക്കി ജില്ലയിലെ ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട്, തൊടുപുഴ, ഇടുക്കി എന്നിവ ചേരുന്നതാണ് ഈ പാർലമെൻറ്റ് മണ്ഡലം. UDF ഇത്തവണ മത്സരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനെയാണ്. LDF ആകട്ടെ മത്സരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനെയും. ഇരുവരും തമ്മിലുള്ള മൂന്നാമത്തെ മത്സരമാണ് ഇത്തവണത്തേത്. രണ്ടുപേരും ഓരോ തവണ വിജയിപ്പിച്ചും പരാജയപ്പെടുത്തിയും മുന്നേറുകയാണ്. NDA സ്ഥാനാർത്ഥിയായി BDJSൻ്റെ അഡ്വക്കേറ്റ് സംഗീതയും മത്സരിക്കുന്നു. ഈ മണ്ഡലത്തിൽ നിരവധിയായിട്ടുള്ള വികസന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും മലയോര ജനതയുടെ പ്രശ്നങ്ങളാണ് ഈ മണ്ഡലത്തിലാകെ ചർച്ച ചെയ്യപ്പെടുന്നത്. വന്യജീവി അക്രമം, പട്ടയ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ കാർഷിക വിലത്തകർച്ച, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതുമാത്രവുമല്ല, വ്യക്തമായ രാഷ്ട്രീയ മത്സരം കൂടിയാണ് ഇത്തവണ ഇടുക്കിയിൽ നടക്കുന്നത്. സാധാരണഗതിയിൽ ഇടുക്കിയിൽ ഇടതുപക്ഷം മത്സരിപ്പിക്കുന്നത് കേരള കോൺഗ്രസിനെയോ അല്ലെങ്കിൽ അടവ് നയം പ്രമാണിച്ച് മറ്റേതെങ്കിലും ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥികളെയോ ആണ്. എന്നാൽ ഇത്തവണ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കണമെന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് അവർ അരിവാൾ ചുറ്റിക നക്ഷത്രം തന്നെ നൽകിയിരിക്കുന്നു. ഈ മണ്ഡലത്തിൽ UDFും LDFും തമ്മിലുള്ള രാഷ്ട്രീയ മത്സരമാണ് നടക്കുന്നത്. BJPക്ക് കാര്യമായി എന്തെങ്കിലും തിരഞ്ഞെടുപ്പിൽ ചെയ്യാനാകുമെന്ന് കരുതാൻ വയ്യ. കഴിഞ്ഞ തവണ 1.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷമാണ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന് ലഭിച്ചത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലെയും മലയോര മേഖലയിലെയും ഒക്കെ പ്രശ്നങ്ങൾ ഇവിടെ കൃത്യമായി ചർച്ച ചെയ്തത് ഡീൻ കുര്യാക്കോസിന് അനുകൂലമായി. എന്നാൽ കരുത്താർജിച്ച അഡ്വക്കേറ്റ് ജോയ്സ് ജോർജാണ് ഡീൻ കുര്യാക്കോസിനെ ഇത്തവണ നേരിടുന്നത്. കേരള കോൺഗ്രസിൻ്റെ ഇടതുപക്ഷത്തേക്കുള്ള വരവ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് ഗുണകരമായിട്ടുണ്ട്. ഇടുക്കിയുടെ മലമടക്കുകളിൽ രാഷ്ട്രീയമായി ഏറെ സ്വാധീനമുള്ള കേരള കോൺഗ്രസിൻ്റെ വരവ് ഇടതുപക്ഷത്തെ ഇന്ന് ശക്തിപ്പെടുത്തിയിരിക്കുന്നു. റോഷി അഗസ്റ്റിൻ്റെയും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയിലും കോതമംഗലത്തും തൊടുപുഴയിലുമൊക്കെയുള്ള കേരള കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് ചായുന്നത് ഡീൻ കുര്യാക്കോസിന് കനത്ത പ്രഹരമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഒന്നാണ് ഇടുക്കി. സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലം. എറണാകുളം ജില്ലയിലെ കോതമംഗലവും മൂവാറ്റുപുഴയ്ക്കും വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ സംസ്കാരമാണ് ഉള്ളത്. അതേസമയം തന്നെ തോട്ടം തൊഴിലാളികൾക്ക് കൃത്യമായിട്ടുള്ള സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ഉടുമ്പൻചോലയും പീരുമേടും ദേവികുളവും ഒക്കെ. അങ്ങനെ ടൂറിസവും തൊഴിലാളി വിഷയങ്ങളും കാർഷിക വിഷയങ്ങളും യാത്രാ വിഷയങ്ങളും പ്രളയവും പുനരധിവാസവും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഇടുക്കിയുടെ രാഷ്ട്രീയ ഫലം എന്തുതന്നെയായാലും കേരളത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്യും. കഴിഞ്ഞ തവണ നേടിയ റെക്കോർഡ് ഭൂരിപക്ഷം ഇത്തവണ ഡീൻ കുര്യാക്കോസിന് തുടരാൻ സാധിക്കത്തില്ല എന്നാണ് ഞങ്ങളുടെ പഠനം തെളിയിക്കുന്നത്. എങ്കിലും 50,000-നും 1 ലക്ഷത്തിനും ഇടയിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ ഡീൻ കുര്യാക്കോസ് ഉറപ്പായും ജയിക്കുമെന്ന് വ്യക്തമാണ്. സാംസ്കാരികമായും ചരിത്രപരമായും ഏറെ പ്രസക്തമായ പാർലമെൻറ്റ് മണ്ഡലമാണ് കോഴിക്കോട്. കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉൾപ്പെടുന്നത്. ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബേപ്പൂർ, കുന്നമംഗലം, കൊടുവള്ളി. 6 നിയമസഭാ മണ്ഡലങ്ങളിലും 2021 തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷമാണ് വിജയിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ ഏതാനും കാലങ്ങളായി കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നതും ഇടതുപക്ഷമാണ്. അതിൽ തന്നെയുണ്ട് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ മേധാവിത്വം. എന്നാൽ 2009 മുതൽ കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളിൽ UDF സ്ഥാനാർത്ഥി MK രാഘവനാണ് വിജയിച്ചത്. 2001 ശേഷം കോൺഗ്രസിന് കോഴിക്കോട് ഒരു MLA പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ എങ്ങനെയാണ് MK രാഘവൻ ജയിച്ചത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: ജനകീയത. ആ ജനകീയതയ്ക്ക് തടയിടാനാണ് CPIM എളമരം കരീമിനെ ഇത്തവണ മത്സരിപ്പിക്കുന്നത്. ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനായി കോൺഗ്രസിൽ തുടങ്ങി പിന്നീട് ജനകീയത ഒന്നു മാത്രം കൊണ്ട് മുന്നേക്ക് വന്ന ഒരു സ്ഥാനാർത്ഥിയാണ് MK രാഘവൻ.
അതേ നിലയിൽ തന്നെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലൂടെയും സംഘാടന പ്രവർത്തനങ്ങളിലൂടെയും പാർട്ടിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും മുഖ്യധാരയിലെത്തിയ ആളാണ് എളമരം കരീം. അദ്ദേഹം ഒരു വ്യവസായ മന്ത്രി എന്ന നിലയിൽ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നത്. തുടർച്ചയായി വിജയിച്ചു വരുന്ന MK രാഘവൻ്റെ വിജയത്തെ തടയുന്നതിനായിട്ടാണ് 2019 എ പ്രദീപ് കുമാറിനെ ഇടതുപക്ഷം കളത്തിലിറക്കിയത്. അത്തവണ കോഴ ആരോപണം പോലും ഉണ്ടായിട്ടും MK രാഘവൻ വിജയിച്ചു കയറി. അത് രാഹുൽ ഗാന്ധിയുടെ വരവും ശബരിമല സ്ത്രീ പ്രവേശന പ്രശ്നങ്ങളുമൊക്കെ ആയിരുന്നു എന്ന് വേണം കരുതാൻ. എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ്. ശക്തനായ സ്ഥാനാർത്ഥിയാണ് എളമരം കരീം. മാത്രമല്ല, മണ്ഡലത്തിൽ നിർണായകമായ സ്വാധീനമാണ് മുസ്ലിം ജനവിഭാഗത്തിനുള്ളത്. അവർക്കിടയിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ മുസ്ലിം വോട്ടുകളുടെ കേന്ദ്രീകരണം കരീമിന് അനുകൂലമായി ഉണ്ടായാൽ അത് MK രാഘവൻ്റെ ജനകീയതയ്ക്ക് മറുപടിയാണ്. മാത്രമല്ല, CAA വിഷയത്തിലടക്കം നിരവധി ന്യൂനപക്ഷങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ഇടതുപക്ഷത്തിന് കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ MK രാഘവൻ്റെ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാകും. മാത്രമല്ല, MT രമേശാണ് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കോൺഗ്രസ് പരമ്പരാഗതമായി കൈവശം വെച്ചു പോരുന്ന മുന്നോക്ക ഹൈന്ദവ സമുദായത്തിലും വോട്ട് പിളർന്നു പോകുമെന്നുറപ്പാണ്. ഇക്കാരണങ്ങൾ കൊണ്ട് MK രാഘവന് തിരഞ്ഞെടുപ്പ് അത്ര ഈസി അല്ല. ഇടതിനെയും വലതിനെയും ഒരുപോലെ തുണച്ച പാരമ്പര്യമാണ് കോഴിക്കോടിനുള്ളത്. ഇബ്രാഹിം സുലൈമാൻ സേട്ടും K മുരളീധരനും ഇമ്പിച്ചി വാവയും MP വീരേന്ദ്രകുമാറുമൊക്കെ കോഴിക്കോട് നിന്ന് വിജയിച്ചു പോയിട്ടുണ്ട്. അത്തരത്തിൽ സാംസ്കാരികമായി മതപരമായുമൊക്കെയുള്ള വൈവിധ്യങ്ങൾ ഈ മണ്ഡലം എക്കാലവും പുലർത്താറുണ്ട്. മണ്ഡലത്തിന് ആരോടും ഒരു രാഷ്ട്രീയ കൂറ് വ്യക്തമായി ഇല്ല. പ്രത്യയശാസ്ത്രത്തിനും ജനകീയതയ്ക്കുമാണ് ഇവർ വോട്ട് ചെയ്യുന്നത്. മണ്ഡലം നേരിടുന്ന പ്രധാനപ്പെട്ട വികസന പ്രശ്നങ്ങൾക്കാണ് ജനം വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മണ്ഡലത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പ്രവചനാതീതമാണ്. എങ്കിൽ കൂടിയും ഈ മണ്ഡലത്തിൽ ഞങ്ങൾ നടത്തിയ പഠനത്തിൽ ഇത്തവണയും MK രാഘവൻ വിജയിക്കാനാണ് സാധ്യത. എങ്കിലും ചില ഘടകങ്ങൾ എളമരം കരീമിന് അനുകൂലമായി ഉണ്ടായാൽ അദ്ദേഹത്തിന് വിജയിച്ചു കയറാൻ വലിയ പാടൊന്നുമില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വിജയസാധ്യത MK രാഘവനിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കശുവണ്ടി തൊഴിലാളികളുടെയും ചെമ്മീൻ മുതലാളിമാരുടെയും ഒക്കെ നാടാണ് കൊല്ലം. പൊതുവെ കൊല്ലത്ത് ഒരു പറച്ചിലുണ്ട്, ചവറ മുതൽ ചവറ വരെയുള്ള പാർട്ടിയാണ് RSP എന്ന്. എന്നാൽ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ കൂടുതൽ കാലവും വിജയിച്ചിട്ടുള്ളത് RSP എന്ന ഇത്തിരി കുഞ്ഞൻ പാർട്ടിയാണ്. N ശ്രീകണ്ഠൻ നായരും NK പ്രേമചന്ദ്രനുമൊക്കെ ഈ ഗണത്തിൽ പെടുന്നവരാണ്. കേരളത്തെ ഒരു ഏകാധിപത്യ അമേരിക്കൻ മോഡൽ ഭരണകൂടമാക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന സർ CP യുടെ മൂക്ക് വെട്ടിയ KCS മണിയുടെ പാർട്ടിയാണ് RSP. കൊല്ലം പാർലമെൻറ്റ് മണ്ഡലം കൂടുതൽ കാലവും ഇടതുപക്ഷത്തോട് ചേർന്നാണ് സഞ്ചരിച്ചിട്ടുള്ളത്. കൊല്ലം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളായ ചവറ, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ എന്നിവ ചേരുന്നതാണ് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലം. 2014 മുതൽ ഈ മണ്ഡലം രാഷ്ട്രീയമായി വലതുപക്ഷത്തിനൊപ്പമാണ്. അതിനുള്ള കാരണമോ പിണറായി വിജയൻ്റെ ഒരു പ്രയോഗമാണ് പരനാറി എന്ന NK പ്രേമചന്ദ്രനെതിരായ പ്രയോഗം. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും NK പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ സാക്ഷാൽ പിണറായി വിജയൻ നേരിട്ട് പ്രചരണം നടത്തിയ ഒരു മണ്ഡലമാണ് കൊല്ലം. 2014 MA ബേബിയെ മത്സരിപ്പിച്ചു, ഫലമുണ്ടായില്ല. 2019 ഇന്നത്തെ ധനമന്ത്രി സാക്ഷാൽ KN ബാലഗോപാലിനെ തന്നെ ഇടതുപക്ഷം രംഗത്തിറക്കി. എന്നാൽ തോൽവി 1,48,000 ആയിരുന്നു. ഇത്തരത്തിൽ RSPക്കും NK പ്രേമചന്ദ്രനും അടിയുറച്ച് നിൽക്കുന്ന ഒരു മണ്ഡലമായിട്ടാണ് ആധുനിക കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തവണയും മത്സരത്തിന് വലിയ മാറ്റമൊന്നുമില്ല. UDF സ്ഥാനാർത്ഥിയായി RSPയുടെ NK പ്രേമചന്ദ്രൻ മത്സരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സിനിമാ നടനും കൊല്ലം MLAയുമായ M മുകേഷ് മത്സരിക്കുന്നു. BJPയും മോശമാക്കിയില്ല, സിനിമാ നടനെ തന്നെ രംഗത്തിറക്കി. സിനിമാ നടനായ K കൃഷ്ണകുമാറാണ് BJPക്കായി തീപ്പൊരി പോരാട്ടം നടത്താൻ കൊല്ലത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിരവധിയായിട്ടുള്ള വികസന പ്രശ്നങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കാർഷിക പ്രശ്നങ്ങളും വികസന പ്രശ്നങ്ങളും തന്നെയാണ്. കൊല്ലം നഗരത്തിൻ്റെ പുനരുദ്ധാരണവും ആധുനികവൽക്കരണവും ഇവിടെ വലിയൊരു പ്രശ്നമാണ്. അതിന് പരിഹാരം എന്നോണമാണ് NK പ്രേമചന്ദ്രൻ ബൈപ്പാസുകൾ നിരവധി കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ മലയോര മേഖലകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. NK പ്രേമചന്ദ്രൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള പാർലമെൻറ്റിലെ ഇടപെടലുകളും അദ്ദേഹത്തിന് 100-ൽ 100 മാർക്ക് നൽകുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ ഒരബദ്ധവും അദ്ദേഹത്തിന് പറ്റി.
ഈ രീതിയിൽ അദ്ദേഹം പ്രവർത്തനം തുടരുന്നതിനിടയിലാണ് നരേന്ദ്രമോദി അദ്ദേഹത്തെ ഒരു വിരുന്നിനായി ക്ഷണിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയൊരു കളങ്കമായി ഇന്ന് തീർന്നിരിക്കുകയാണ്. പരമ്പരാഗതമായി എൻ കെ പ്രേമചന്ദ്രന് പിന്നിൽ അടിയുറച്ചു നിന്ന് വോട്ട് ചെയ്യുന്ന ജനവിഭാഗങ്ങളാണ് കൊല്ലം ജില്ലയിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് കൊല്ലം ടൗണിലെയും ഇരവിപുരത്തെയും ചവറയിലെയും ഒക്കെ മുസ്ലിം ജനവിഭാഗം. എന്നാൽ ഇത്തവണ ഇടതുപക്ഷം അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്നതിന് നരേന്ദ്രമോദിയും ഒപ്പമുള്ള ഈ വിരുന്ന് ഒരു വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ അദ്ദേഹം നേടിയ 1,48,000 വോട്ട് എന്ന് പറയുന്ന ആ റെക്കോർഡ് ഭൂരിപക്ഷം അദ്ദേഹത്തിന് തുടരാൻ സാധിക്കത്തില്ല എന്നാണ് ഞങ്ങളുടെ പഠനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. മാത്രവുമല്ല, BJP ക്രൈസ്തവർക്കിടയിൽ, വിശേഷിച്ച് ലത്തീൻ ക്രൈസ്തവർക്കിടയിലും മലയോര മേഖലയിലെ റോമൻ കത്തോലിക്കർക്കിടയിലും കടന്നു കയറാനുള്ള ശ്രമങ്ങൾ വിവിധ രീതിയിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ കെ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചിരിക്കുന്നത്. നിലവിലെ MP ആയ എൻ കെ പ്രേമചന്ദ്രനെതിരായി കടുത്ത രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഉയർത്തുന്നത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആദർശ രാഷ്ട്രീയവും ഉജ്ജ്വലമായ പാർലമെന്റിലെ പ്രവർത്തനവുമൊക്കെയാണ് അദ്ദേഹത്തിന് കൈക്കരുത്തായി മാറുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം M മുകേഷ് ഒരു നല്ല സ്ഥാനാർത്ഥിയാണ്. എങ്കിലും അദ്ദേഹത്തെക്കാൾ മികച്ച സ്ഥാനാർത്ഥിയെ അവർക്ക് മത്സരിപ്പിക്കാമായിരുന്നു എന്നാണ് ഞങ്ങളുടെ പഠനങ്ങളിൽ നിന്ന് തെളിയുന്നത്. കൊട്ടാരക്കരയുടെ മുൻ MLA ആയിട്ടുള്ള ഐഷ പോറ്റി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ജനവിധി തന്നെ മറ്റൊന്നാകുമായിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെയാണ് അവർ മത്സരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ലക്ഷം വോട്ട് അവിടെ അവർ നേടിയാൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ. ഇത്തവണ തൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷമായ 1,48,000 മറികടക്കാൻ എൻ കെ പ്രേമചന്ദ്രന് സാധിക്കില്ല എന്നാണ് ഞങ്ങളുടെ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് M മുകേഷിൻ്റെ മിടുക്ക് കൊണ്ടല്ല, നരേന്ദ്രമോദിക്കൊപ്പം പ്രേമചന്ദ്രൻ നടത്തിയ വിരുന്നാണ് അദ്ദേഹത്തിന് വിനയാകുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് രാജ്യം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പാണ് വയനാട്ടിൽ നടക്കുന്നത്. 2009 ഈ മണ്ഡലം രൂപീകൃതമായത്. വയനാട് ജില്ലയിലെ മാനന്തവാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി എന്നീ നിയമസഭാ മണ്ഡലങ്ങളും, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, ഏറനാട്, വണ്ടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളും ചേരുന്നതാണ് വയനാട് പാർലമെൻറ്റ് മണ്ഡലം. 2009 ഈ പാർലമെൻറ്റ് മണ്ഡലം രൂപീകരിക്കപ്പെട്ടത്. 2009 2014 വയനാടിനെ പ്രതിനിധീകരിച്ചത് MI ഷാനവാസ് ആയിരുന്നു. 2019 രാജ്യം ശ്രദ്ധിച്ച രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ മത്സരം നടക്കുന്നത്. അന്നു മുതൽ ഇന്നു വരെ വയനാട് ദേശീയ മാധ്യമങ്ങളിൽ എന്നും ചർച്ചാ വിഷയമാണ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് അപ്പുറത്തേക്ക് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഈ മണ്ഡലത്തിൽ ചർച്ചയായിട്ടുണ്ട്. വന്യജീവി അക്രമവും, ഗതാഗത പ്രശ്നങ്ങളും, കുടിവെള്ളവും, തൊഴിലാളി പ്രശ്നങ്ങളും, ആശുപത്രികളുടെ ലഭ്യതക്കുറവും ഒക്കെ ഈ മണ്ഡലത്തിൽ ചർച്ചയായിട്ടുണ്ട്. എങ്കിലും ഈ മണ്ഡലത്തിൽ ദേശീയ മത്സരമാണ് ഇത്തവണ നടന്നത്. രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ്. CPIയുടെ ദേശീയ നേതാവായ ആനി രാജയും അതോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും മത്സരിക്കുമ്പോൾ വയനാട് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത് സ്വാഭാവികമാണ്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേടിയത് 4,30,000 റെക്കോർഡ് ഭൂരിപക്ഷമാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഭൂരിപക്ഷമായിരുന്നു അത്. എന്നാൽ ആ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഇത്തവണ നിലനിർത്താൻ സാധിക്കത്തില്ല എന്നാണ് ഞങ്ങളുടെ പഠനം തെളിയിക്കുന്നത്. 3 ലക്ഷത്തിനോ 3.5 ലക്ഷത്തിനോ ഇടയിലുള്ള ഒരു ഭൂരിപക്ഷം മാത്രമായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുള്ളത്. രാഹുൽ ഗാന്ധി ഇത്തവണ അമേത്തി വിട്ട് റായ്ബറേലിയിൽ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് റായ്ബറേലിയിൽ വിജയിക്കുക തന്നെ ചെയ്യും. അങ്ങനെ വരുന്ന പക്ഷം അദ്ദേഹം വയനാട് ഒഴിയുകയും അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുമാത്രമല്ല, പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നില്ലാത്ത പക്ഷം ലീഗ് ഈ സീറ്റ് ചോദിക്കാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ വന്നാൽ UDFൽ വീണ്ടും ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുമെങ്കിലും അദ്ദേഹം സുനിശ്ചിതമായി വിജയിക്കുമെന്ന് ഞങ്ങളുടെ പഠനം തെളിയിക്കുന്നു. കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരുപോലെ തുണച്ച പാരമ്പര്യമുള്ള പാർലമെൻറ്റ് മണ്ഡലമാണ്. VM സുധീരനും TJ ആഞ്ചലോസും സുശീല ഗോപാലിനുമൊക്കെ ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിൻ്റെ ദേശീയ മുഖമായ KC വേണുഗോപാലാണ് 2009 മുതൽ 2019 വരെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത്. എന്നാൽ പൊടുന്നനെ 2019 തിരഞ്ഞെടുപ്പിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. അത് മറ്റൊരാൾക്ക് ഗുണമായി, CPIMൻ്റെ AM ആരിഫിന്. 2019
UDFന്റെ 20-20 എന്ന സ്വപ്നം കടപുഴകി വീണത് ആലപ്പുഴയിലാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ CPIMന് ഒരു ആശ്വാസ വിജയം സമ്മാനിച്ചത് AM ആരിഫ് ആയിരുന്നു. ഷാനിമോൾ ഉസ്മാനെ ഏതാണ്ട് 10,000-ലധികം ഭൂരിപക്ഷത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് തോൽപ്പിക്കാനായത്. എന്നാലും കനലൊരു തരിമതി എന്ന മുദ്രാവാക്യത്തിനെ പ്രസക്തമാക്കി കഴിഞ്ഞ 5 വർഷക്കാലം നിലനിർത്തിയത് അദ്ദേഹത്തിൻ്റെ വിജയമാണ്. ഇത്തവണ കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുകയാണ്. KC വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കെ തന്നെ ആലപ്പുഴയിലേക്ക് മത്സരിക്കാൻ എത്തുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി AM ആരിഫ് മത്സരിക്കുന്നു. BJPയും മോശമാക്കിയില്ല, ശോഭാ സുരേന്ദ്രനെ രംഗത്തിറക്കിയിട്ടുണ്ട്. വളരെ കടുത്ത മത്സരമാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ അരൂർ, ചേർത്തല, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി, ആലപ്പുഴ ടൗൺ എന്നീ മണ്ഡലങ്ങൾ ചേരുന്നതാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം. കാർഷിക മേഖലയുടെയും തീരദേശ പ്രദേശങ്ങളുടെയും ഒക്കെ വികസന പ്രശ്നങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഈ പാർലമെന്റ് മണ്ഡലത്തിലെ പ്രബല സമുദായം ഹൈന്ദവരാണ്. രണ്ടാമത് ക്രൈസ്തവരും, പിന്നാലെ മുസ്ലിങ്ങളും. എങ്കിലും ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും 3 ജനവിഭാഗത്തിൽ നിന്നുമുള്ള അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മതത്തിനപ്പുറം രാഷ്ട്രീയ വിശ്വാസങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മണ്ണാണ് ആലപ്പുഴയിലുള്ളത്. അതുകൊണ്ടാണല്ലോ പുന്നപ്പുറയിലും വയലാറിലുമൊക്കെ ആയിരക്കണക്കിന് രക്തസാക്ഷികൾ ഉണ്ടായത്. ആലപ്പുഴയിൽ ഇത്തവണ പ്രാദേശിക വികസന പ്രശ്നങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനേക്കാൾ ഉപരിയായി അവിടെ CAAയും മറ്റ് ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള BJPയുടെ നടപടികളും കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല അവിടെ ഈഴവ രാഷ്ട്രീയത്തിൻ്റെ മണ്ണാണ്, ക്രൈസ്തവ രാഷ്ട്രീയത്തിൻ്റെ മണ്ണാണ്. ഇങ്ങനെ നിരവധിയായ മത, രാഷ്ട്രീയ, സാമൂഹിക വിഷയങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പോരാട്ടവേദിയായി ഇന്ന് ആലപ്പുഴ മാറിയിട്ടുണ്ട്. ആലപ്പുഴയിൽ കൃത്യമായിട്ടുള്ള വികസന പ്രശ്നങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കടലോര മേഖലയിലെ കടലാക്രമണ ഭീഷണി, ശുദ്ധജല പ്രശ്നം, പാർപ്പിട പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ താറാവ് കൃഷിയും നെൽകൃഷിയും അടക്കമുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള വികസന പ്രശ്നങ്ങളും കാർഷിക പ്രശ്നങ്ങളും ആലപ്പുഴയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന CAA ബില്ലടക്കമുള്ള UAPA ബില്ലടക്കമുള്ള വിഷയങ്ങൾ ആലപ്പുഴയിൽ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നു. KC വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി ഇത് ഒരു ദേശീയ മണ്ഡലമായി മാറിയിരിക്കുകയാണ്. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അഭിമാന പ്രശ്നമാണ്. വിജയിച്ചേ മതിയാവൂ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം, അല്ലെങ്കിൽ രാഷ്ട്രീയമായി അദ്ദേഹം ഒറ്റപ്പെട്ടു പോകും. എന്നാൽ AM ആരിഫിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു സാധാ മത്സരം മാത്രമാണ് ഇത്. അദ്ദേഹത്തിനറിയാം ആലപ്പുഴയുടെ ഊടും പാവും. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ആലപ്പുഴയിലും അരൂരിലും അദ്ദേഹം നടത്തി വന്ന രാഷ്ട്രീയത്തിൻ്റെ ഫലമായാണ് അദ്ദേഹം ആലപ്പുഴയിൽ വിജയിച്ചത്. സാക്ഷാൽ KR ഗൗരിയമ്മയെ അവരുടെ തട്ടകത്തിൽ പോയി പരാജയപ്പെടുത്തിയാണ് AM ആരിഫ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ AM ആരിഫിനെ KC വേണുഗോപാൽ ഒരു വികല്പമുയർത്തുന്ന സ്ഥാനാർത്ഥിയെ അല്ല, ഭയാശങ്കകളില്ലാതെയാണ് അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മുന്നോക്ക ഹൈന്ദവ വോട്ടുകളാണ്. അവയിൽ കണ്ടിട്ട് തന്നെയാണ് BJP ശക്തയായിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി ഈഴവ സമുദായത്തിൻ്റെയും നായർ സമുദായത്തിൻ്റെയും വോട്ട് ഗണ്യമായ തോതിൽ പിടിച്ച് എടുക്കാൻ BJP സ്ഥാനാർത്ഥിക്ക് കഴിയും. ഇത് KC വേണുഗോപാലിൻ്റെ സാധ്യതകളെ തുലോം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. AM ആരിഫിന് അനുകൂലമായ നിരവധി ഘടകങ്ങളാണ് ആലപ്പുഴയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് 10% വരുന്ന മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ടുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ക്രൈസ്തവർക്കിടയിലും ഹൈന്ദവർക്കിടയിലും കൃത്യമായ സ്വീകാര്യതയും ആരിഫിനുണ്ട്. അങ്ങനെ മതജാതി വർഗീയ ചിന്തകൾക്കപ്പുറത്തേക്കുള്ള ഒരു സ്ഥാനാർത്ഥിയായി AM ആരിഫ് നിലനിൽക്കുന്നുണ്ട്. ഇതാണ് KC വേണുഗോപാലിനെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. മാത്രമല്ല തൻ്റെ വോട്ട് ബാങ്കിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്രത്തോളം കടന്നു കയറും എന്നുള്ളതും KC വേണുഗോപാലിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഈ മണ്ഡലത്തിലെ മത സാമുദായിക ഘടനയാണ് KC വേണുഗോപാലിന് തിരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ അനുകൂലമാക്കുന്നത്. BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരായി ദല്ലാൽ നന്ദകുമാർ ഉയർത്തിവിട്ട ആരോപണം BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടെയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതകളെ അടച്ചുകളയുക എന്ന ഒരു ലക്ഷ്യമായിരിക്കാം ഇതിനു പിന്നിലുള്ളത്. ഇതുമൂലം കാര്യങ്ങൾ അനുകൂലമാകുന്നത് KC വേണുഗോപാലിനാണ്. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ ഒരു ശക്തമായ കോൺഗ്രസ് സർക്കാർ വരണമെന്നും KC വേണുഗോപാൽ കേന്ദ്രത്തിൽ ശക്തമായിട്ടുള്ള ഒരു കോൺഗ്രസിൻ്റെ സാന്നിധ്യമാകണമെന്നുമുള്ള ആഗ്രഹം മണ്ഡലത്തിൽ എമ്പാടും അലയടിച്ചിട്ടുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിന് ഗുണകരമായി തീരും. ഇത്തരത്തിൽ വിവിധ കാര്യങ്ങൾ അനുകൂലമാവുകയാണെങ്കിൽ KC വേണുഗോപാലിന് അനായാസകരമായ വിജയമാണ് ഉണ്ടാകാൻ സാധ്യതയെന്നാണ് ഞങ്ങളുടെ പഠനം തെളിയിക്കുന്നത്.
സാംസ്കാരിക വൈവിധ്യങ്ങളുടെ നാടാണ് പാലക്കാട്. എക്കാലവും ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിന്ന മണ്ഡലം. എന്നാൽ കഴിഞ്ഞ തവണ MP രാജേഷിന് അടിതെറ്റി. അത് ഇടതുപക്ഷ കേന്ദ്രങ്ങൾക്ക് വിശ്വസിക്കാനായില്ല. ആ തോൽവിയുടെ ഞെട്ടലിൽ നിന്നും അവർ ഇപ്പോഴും മുക്തരായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഏറ്റവും മുതിർന്ന നേതാവ് വിജയരാഘവനെ തന്നെ പാലക്കാട് മത്സരിപ്പിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി ഇത്തവണയും മത്സരിക്കുന്നത് VK ശ്രീകണ്ഠനാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി മികച്ച ജനകീയ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം പാലക്കാടിൻ്റെ മണ്ണിൽ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരികയാണ്. അതാണ് അദ്ദേഹത്തിന് ഇത്തവണയും മത്സരിക്കാൻ ആത്മവിശ്വാസം നൽകിയിരിക്കുന്നത്. എന്നാൽ പരമ്പരാഗതമായ ഇടതുപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ള ഉറപ്പാണ് വിജയരാഘവൻ്റെ വിജയത്തിൻ്റെ ആധാരമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. പട്ടിണി മരണങ്ങൾ കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിലും ദേശീയ ശ്രദ്ധയും ആകർഷിച്ച ഒരു മണ്ഡലമാണ് പാലക്കാട്. സമീപ വർഷങ്ങളിൽ പാലക്കാട് പാർലമെന്റിൽ ഉൾപ്പെടുന്ന അട്ടപ്പാടിയിൽ നടന്ന ആദിവാസി കുഞ്ഞുങ്ങളുടെ പട്ടിണി മരണവും ആദിവാസി യുവതികളുടെ അച്ഛനാരെന്നറിയാത്ത പ്രസവവുമൊക്കെ കേരളത്തെ നാണിപ്പിച്ചിരുന്നു. ആ പ്രശ്നങ്ങളാണ് ഇന്നും പാലക്കാടിൻ്റെ രാഷ്ട്രീയ വികസന പ്രശ്നങ്ങളായി നിലനിൽക്കുന്നത്. പാലക്കാടിൻ്റെ ടൗൺ മേഖല വിട്ടുകഴിഞ്ഞാൽ മലയോര മേഖലകളിൽ ഇന്നും വികസനമെത്താത്ത നിരവധി പ്രദേശങ്ങളുണ്ട്. ധാരാളം ദളിതരും ആദിവാസികളുമുണ്ട്. മതപരമായ ന്യൂനപക്ഷങ്ങളുണ്ട്. മുന്നോക്ക ഹൈന്ദവ ജനതയുണ്ട്. എങ്കിലും ഇവിടെ ഇപ്പോഴും വികസനം വലിയൊരു പ്രശ്നമാണ്. പാലക്കാട് ഒരു എയിംസ് വേണമെന്നുള്ളത് അവിടുത്തെ ജനപ്രതിനിധികളുടെ വലിയൊരു ആവശ്യമാണ്. ഇങ്ങനെ വിവിധ വിഷയങ്ങൾ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് ഇത്തവണ പാലക്കാട് കടന്നുപോയത്. പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ ആകെ 7 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ മണ്ണാർക്കാടും പാലക്കാടും UDF വിജയിച്ചു. ബാക്കി 5 മണ്ഡലങ്ങൾ ഇടതുപക്ഷവും. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കൊങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട് എന്നിവയാണ് ഈ മണ്ഡലങ്ങൾ. ഇത്തവണയും വളരെ ശക്തമായിട്ടുള്ള മത്സരമാണ് പാലക്കാട് നടന്നത്. തൻ്റെ ജനകീയ പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വോട്ടുറപ്പിക്കാൻ VK ശ്രീകണ്ഠന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ ചിട്ടയായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് വിജയരാഘവൻ കണക്ക് കൂട്ടുന്നത്. പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയമായും നോക്കിയാൽ ഈ മണ്ഡലം തീർച്ചയായും ഇടതുപക്ഷത്തിൻ്റെതാണ്. അതുകൊണ്ടാണല്ലോ നിരവധി തവണ CPIM-ന്റെ നേതാക്കന്മാർക്ക് ഇവിടെ നിന്ന് വിജയിച്ചു വരാൻ സാധിച്ചത്. ഇത്തവണയും സ്ഥിതി വ്യത്യസ്തമല്ല. നല്ല രൂക്ഷമായ മത്സരം നടന്നെങ്കിലും VK ശ്രീകണ്ഠനെ പരാജയപ്പെടുത്തി വിജയരാഘവന് ചുരുങ്ങിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും വിജയിച്ചു വരാൻ കഴിയുമെന്നാണ് ഞങ്ങൾ നടത്തിയ പഠനം കണ്ടെത്തുന്നത്. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള, റാന്നി, കോന്നി, തിരുവല്ല, അടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. 2009 ഈ മണ്ഡലം രൂപീകൃതമായ തോതിൽ ആന്റോ ആന്റണിയാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. 2009 ആന്റോ ആന്റണി ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് 1,11,000 വോട്ടുകൾക്കാണ്. എന്നാൽ പിന്നീട് ആന്റോ ആന്റണിയുടെ ഭൂരിപക്ഷം ഗണ്യമായി കുറയുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. 2019 വീണ ജോർജിനെതിരെ ആന്റോ ആന്റണി വിജയിച്ചത് 44,000-ലധികം വോട്ടുകൾക്ക് മാത്രമാണ്. അതിൽ തന്നെ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി എന്നീ മണ്ഡലങ്ങളാണ് അദ്ദേഹത്തിന് 28,000-ലധികം ഭൂരിപക്ഷം നൽകിയത്. ഈ മണ്ഡലത്തിന്റെ രൂപീകരണം മുതൽ തന്നെ ആറന്മുള വിമാനത്താവളം, അതോടൊപ്പം തന്നെ ശബരിമല സ്ത്രീ പ്രവേശനം, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. 2024 തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് പ്രാദേശിക വികസന പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലും MP-യുടെ വിലയിരുത്തലും മാത്രമല്ല വന്യജീവി അക്രമവും ഒക്കെയാണ്. ഇത്തവണ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു പാർലമെന്റ് മണ്ഡലമാണ് പത്തനംതിട്ട. കഴിഞ്ഞ തവണത്തിൽ നിന്നും ഏകദേശം 10% പോളിംഗ് പത്തനംതിട്ടയിൽ കുറഞ്ഞു എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് സൂചിപ്പിക്കുന്നത്. ഇത്തവണ UDF-നെ മത്സര രംഗത്ത് എത്തിയിരിക്കുന്നത് പതിവ് പോലെ തന്നെ ആന്റോ ആന്റണിയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിപ്പിക്കുന്നത് മുൻ ധനമന്ത്രിയും CPM-ന്റെ പ്രമുഖ നേതാവുമായ സഖാവ് TM തോമസ് ഐസക്കിനെയാണ്. എന്നാൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിലേക്ക് BJP രംഗത്തിറക്കിയത് AK ആന്റണിയുടെ പുത്രനും BJP-യുടെ ദേശീയ നേതാവുമായ അനിൽ K ആന്റണിയെ ആണ്. ഒരു MP എന്ന നിലയിൽ മികച്ച പ്രവർത്തനം ആന്റോ ആന്റണിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും തുടർച്ചയായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം കേട്ടുവരുന്നുണ്ട്. തുടർച്ചയായി 4ാമത്തെ അംഗത്തിനിറങ്ങുന്ന ആന്റോ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം
സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും അതോടൊപ്പം തന്നെ വോട്ടർമാർക്കിടയിലും ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ ജനകീയനായ രാജീവ് എബ്രാഹത്തെ മത്സരിപ്പിക്കുമെന്നായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. മാത്രമല്ല BJPയുടെ സ്ഥാനാർത്ഥിത്വം സ്വയം ഉറപ്പിച്ച് മുന്നോട്ട് വന്ന PC ജോർജ് അടക്കമുള്ളവർ നിരാശരാകുന്ന കാഴ്ചയും ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെയാണ് ആന്റോ ആന്റണിയും അനിൽ കെ ആന്റണിയും സഖാവ് തോമസ് ഐസക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ വേദിയിലേക്ക് പത്തനംതിട്ടയിൽ കടന്നു വന്നത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ നിരവധിയായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ പത്തനംതിട്ടയിൽ കാണാൻ സാധിച്ചു. അതിന്റെ തെളിവാണ് UDF-ഉം LDF-ഉം അതോടൊപ്പം തന്നെ BJPയും നിരവധിയായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ആരോപിച്ച് തങ്ങളുടെ എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെ കേസ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ആന്റോ ആന്റണി കുടുംബശ്രീ പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ മറ്റ് അടിസ്ഥാന തൊഴിലാളികളെയും തോമസ് ഐസക് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ വിവിധ റോഡുകളിൽ ആന്റോ ആന്റണിയുടെ ചിത്രം അനാവശ്യമായി പ്രചരിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് തോമസ് ഐസക്കും ഇലക്ഷൻ കമ്മീഷന് ആന്റോ ആന്റണിക്കെതിരെ പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അനിൽ കെ ആന്റണിയാണ് BJPയുടെ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായി ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലുകളും അതിനെ ശരിവെക്കുന്ന രീതിയിൽ PJ കുര്യൻ നടത്തിയ പ്രസ്താവനകളുമൊക്കെ അനിൽ ആന്റണിയെ അല്പം പ്രതിസന്ധിയിലാക്കിയിരുന്നു. തുടക്കത്തിൽ PC ജോർജ് അദ്ദേഹത്തിനെതിരായി ചില പ്രസ്താവനകളൊക്കെ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ അനിൽ ആന്റണിയും തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ അല്പം പ്രതിസന്ധി നേരിട്ടിരുന്നു. എങ്കിലും മത്സരം അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും 3 സ്ഥാനാർത്ഥികളും ഒരുപോലെ പൊരുതുന്ന കാഴ്ചയാണ് പത്തനംതിട്ടയിൽ കാണാൻ സാധിച്ചത്. പത്തനംതിട്ടയെ സംബന്ധിച്ച് പറയുമ്പോൾ ആന്റോ ആന്റണി മുൻപ് പൂഞ്ഞാറിന്റെ ഭാഗമായിരുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്. അദ്ദേഹം കോട്ടയം DCC പ്രസിഡന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പത്തനംതിട്ട കോട്ടയം മേഖലയിൽ നിർണായകമായ സ്വാധീനമുണ്ട്. ആ പരിചയം തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോഴും രാഷ്ട്രീയമായി പ്രസക്തമാക്കി പത്തനംതിട്ടയിൽ നിർത്തുന്നത്. അതേസമയം തോമസ് ഐസക് പത്തനംതിട്ട ജില്ലയിൽ ഒരു പുതുമുഖമാണ്. അദ്ദേഹം നിരവധിയായിട്ടുള്ള പ്രഖ്യാപനങ്ങളും പദ്ധതികളും വിഭാവനം ചെയ്തുകൊണ്ടാണ് പത്തനംതിട്ടയിലേക്ക് മത്സരത്തിലേക്ക് കടന്നു വന്നത്. മാത്രമല്ല അനിൽ ആന്റണി ഒരു ദേശീയ പരിവേഷമുള്ള AK ആന്റണിയുടെ മകൻ എന്ന രീതിയിൽ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിനും കുറച്ചല്ലാത്ത സ്വീകാര്യത ലഭിച്ചു എന്ന് വേണം പറയാൻ. പൊതുവെ UDF-നോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ് പത്തനംതിട്ട. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്തമായ കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും, അതായത് 7 നിയമസഭാ സീറ്റുകളിലും ഇടതുപക്ഷം വിജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കേരള കോൺഗ്രസ് M UDF വിട്ട് LDF-ലേക്ക് ചേക്കേറിയത് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പൂഞ്ഞാറ്, കാഞ്ഞിരപ്പള്ളി, റാന്നി എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് M-ന്റെ MLA-മാരാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ UDF-നെയും LDF-നെയും ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായിരിക്കുന്നത് ക്രൈസ്തവർക്കിടയിലാണ്. ക്രൈസ്തവ വോട്ടുകളിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം സമീപകാലത്തായി ഉണ്ടാക്കിയെടുക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. BJPയുടെ വോട്ട് അതുകൊണ്ട് തന്നെ 2019 K സുരേന്ദ്രൻ നേടിയ 2,97,000 വോട്ട് എന്ന് പറയുന്നതിന് അടുത്ത് തന്നെ അനിൽ ആന്റണി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ അനിൽ ആന്റണി ഒരു 2.5 ലക്ഷം വോട്ടിന് അപ്പുറത്തേക്ക് കടന്നു പോവുകയാണെങ്കിൽ അത് UDF-നെയാണോ LDF-നെയാണോ ദോഷകരമായി ബാധിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നിർണായക ശക്തിയായി മാറാൻ പോകുന്നത്, വിജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ പോകുന്നത് അനിൽ ആന്റണിയാണ് എന്ന് പറയേണ്ടി വരും. ഇവിടെ ആര് വിജയിച്ചാലും ഏകദേശം 25,000 വോട്ടിൽ താഴെ മാത്രമായിരിക്കും ഭൂരിപക്ഷം. ഞങ്ങളുടെ ഒരു പഠനത്തിൽ ആന്റോ ആന്റണി നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും കടന്നുകൂടാനാണ് സാധ്യത. പത്തനംതിട്ട ജില്ലയിലെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പത്തനംതിട്ട ജില്ലയെ വൈജ്ഞാനിക കേന്ദ്രമാക്കുന്നതിനും ഒക്കെയുള്ള ശ്രമങ്ങൾ തോമസ് ഐസക് ആരംഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന് കൂടുതൽ സ്വീകാര്യത മണ്ഡലത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ മത്സരത്തിന്റെ തുടക്കത്തിൽ ഇല്ലാതിരുന്ന ഒരു സ്വീകാര്യത തോമസ് ഐസക്കിന് ഈ മണ്ഡലത്തിൽ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ചിട്ടയായിട്ടുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണ്ഡലത്തിൽ ആകമാനം നടത്തിയത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിൽ 2 കേന്ദ്രങ്ങളിൽ തന്നെ എത്തി നേരിട്ട് പ്രചരണത്തിന് നേതൃത്വം നൽകി. ഇതൊക്കെ കൊണ്ട് ഇടതുപക്ഷം മത്സരത്തിന്റെ തുടക്കത്തിൽ നിന്നും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ശക്തി ആർജിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയെ പത്തനംതിട്ടയിൽ പ്രചരണത്തിന് എത്തിച്ചുകൊണ്ട് കോൺഗ്രസും ശക്തമായിട്ടുള്ള പ്രചരണമാണ് കാഴ്ചവെച്ചത്. നരേന്ദ്രമോദി, രാജ്നാഥ് സിംഗ് എന്നിവരൊക്കെ അനിൽ ആന്റണിക്ക് വേണ്ടി ഇവിടെ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. അങ്ങനെ വളരെ രൂക്ഷമായിട്ടുള്ള ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് ഇവിടെ നടന്നത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃത്യമായി നടന്നിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ്.
പത്തനംതിട്ട എന്ന് പറയേണ്ടി വരും. അത് എത്രത്തോളം വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവിടെ മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കപ്പെടുക. എങ്കിലും ഒരു നേരിയ മുൻതൂക്കം ആന്റോ ആന്റണിക്ക് കാണുന്നുണ്ട്. 4ാം തവണയും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയാണ് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ തെളിയുന്നത്. മലയാളികളെ ഏറെ ചിരിപ്പിച്ച, മലയാളികളുടെ സ്വന്തമായ മലയാളം പാർലമെന്റിൽ സംസാരിച്ച ഇന്നസെന്റിന്റെ നാടാണ് ചാലക്കുടി. 2009 ചാലക്കുടി പാർലമെന്റ് മണ്ഡലം രൂപീകൃതമായത്. അതിനു മുമ്പ് ഈ മണ്ഡലം അറിയപ്പെട്ടിരുന്നത് മുകുന്ദപുരം എന്ന പേരിലാണ്. മുകുന്ദപുരത്തിൻ്റെ എംപിമാരായിരുന്നു പനമ്പള്ളി ഗോവിന്ദമേനോനും കെ കരുണാകരനും ലോനപ്പൻ നമ്പാടനുമൊക്കെ. തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, കുന്നത്തുനാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളും ചേരുന്നതാണ് ചാലക്കുടി നിയമസഭാ മണ്ഡലം. ഇത്തവണ ചാലക്കുടി മണ്ഡലത്തിൽ UDF മത്സരിപ്പിക്കുന്നത് ബെന്നി ബെഹനാനെയാണ്. ഇടതുപക്ഷമാകട്ടെ ജനകീയനും മുൻ മന്ത്രിയുമായ സി രവീന്ദ്രൻ മാഷിനെയാണ് മത്സരിപ്പിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയായി ഉണ്ണികൃഷ്ണനും 2020 സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ചാർലി പോളും മത്സരിക്കുന്നു. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായി നാം ശ്രദ്ധിക്കേണ്ടത് 2020 സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശമാണ്. പൊതുവെ UDF മണ്ഡലമായി കരുതപ്പെടുന്ന ഈ മണ്ഡലത്തിലെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുക BJPയേക്കാൾ അപ്പുറത്തേക്ക് 2020 സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. കുന്നത്തുനാട് മണ്ഡലത്തിലും എറണാകുളത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിലും വ്യക്തമായ രാഷ്ട്രീയ സ്വാധീനവും പ്രവർത്തന മികവും കൊണ്ട് മുന്നേറാൻ 2020 കഴിഞ്ഞിട്ടുണ്ട്. 2020 ഈ മുന്നേറ്റം നിലവിലെ MP-യായ ബെന്നി ബെഹനാന്റെ വിജയസാധ്യതയ്ക്ക് ശക്തമായ പ്രതിരോധമാണ് തീർക്കുന്നത്. അതുമാത്രമല്ല ബെന്നി ബെഹനാന് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവും ജനകീയ മന്ത്രിയുമായിരുന്ന സി രവീന്ദ്രൻ മാഷ് കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ നല്ല സ്വാധീനമുള്ള നേതാവാണ്. അദ്ദേഹം ഈ മേഖലകളിലൊക്കെ വ്യക്തമായിട്ടുള്ള ലീഡ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ബെന്നി ബെഹനാന് തൃശ്ശൂർ ജില്ലയിലെ മണ്ഡലങ്ങളിൽ ലീഡ് പിടിക്കാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ എറണാകുളത്തെ മണ്ഡലങ്ങളിലെ വോട്ട് ഏറെ നിർണായകമാണ്. അവിടേക്കാണ് 2020 സ്ഥാനാർത്ഥി കടന്നു വരുന്നത്. വിശേഷിച്ച് 2020 കുന്നത്തുനാട് പോലെയുള്ള മണ്ഡലങ്ങളിൽ 40,000-ലധികം വോട്ട് ആണ് ഉള്ളത്. ഇത് ബെന്നി ബെഹനാന്റെ ചങ്കിടിപ്പാണ് കൂട്ടുന്നത്. മാത്രമല്ല ഈ മണ്ഡലങ്ങളിൽ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ വികസന പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഗതാഗത പ്രശ്നങ്ങൾ തന്നെയാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം നിലനിൽക്കുന്നത് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. ഇവിടേക്കുള്ള യാത്രക്കാർക്ക് ഏറെ ദുരിതമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല സമീപ പ്രദേശങ്ങളിലെ കാർഷിക പ്രശ്നങ്ങളും പാർപ്പിട പ്രശ്നങ്ങളും ശുദ്ധജല പ്രശ്നങ്ങളുമെല്ലാം ഈ മണ്ഡലത്തിലും എറണാകുളം മണ്ഡലത്തിലെ എന്ന പോലെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ UDF സ്ഥാനാർത്ഥിക്ക്, അതായത് നിലവിലെ MP-ക്ക് വളരെ വലിയ പരീക്ഷണമാണ് ഈ തിരഞ്ഞെടുപ്പ് നൽകുന്നത്. എന്നാൽ സി രവീന്ദ്രൻ മാഷാകട്ടെ അദ്ദേഹം തികഞ്ഞ ജനകീയനാണ്. മാത്രമല്ല വ്യക്തമായ മേധാവിത്വം തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷത്തിന് ചെയ്തു തീർക്കാനും സാധിച്ചു. എന്നാൽ BJP സ്ഥാനാർത്ഥിയുടെ കാര്യമാകട്ടെ വളരെ കഷ്ടമാണ്. AM ഉണ്ണികൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥിക്ക് വളരെ കാര്യമായി ഒന്നും ഈ മണ്ഡലത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഏതാനും ചില വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നതിനേക്കാൾ ഉപരി ഈ മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കാനുള്ള ശേഷിയില്ല. സത്യത്തിൽ ഇവിടുത്തെ ഒരു കറുത്ത കുതിരയായി 2020 മാറുമെന്നുള്ളത് ഉറപ്പാണ്. 2020 സ്ഥാനാർത്ഥി ശക്തമായ വോട്ട് പിടിച്ചാൽ അത് ബെന്നി ബെഹനാനെ വീട്ടിലിരുത്തുക തന്നെ ചെയ്യും. എങ്കിലും തൃശ്ശൂർ ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ സി രവീന്ദ്രൻ മാഷ് നല്ല ലീഡ് നേടുകയും എറണാകുളം ജില്ലയിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ 2020 സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന്റെ വോട്ട് പിടിച്ചു മാറ്റുകയും ചെയ്താൽ അത് ബെന്നി ബെഹനാന്റെ വിജയ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കും. ഇതാണ് ചാലക്കുടി നൽകുന്ന രാഷ്ട്രീയ സൂചനകൾ. മതവും രാഷ്ട്രീയവും കൂടിക്കലർന്ന മണ്ണാണ് മലപ്പുറത്തിൻ്റേത്. പരമ്പരാഗതമായി മുസ്ലിം ലീഗിനെ തുണയ്ക്കുന്ന മണ്ണ്. എന്നാൽ 2004 അത് തെറ്റി. ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയ ശത്രു TK ഹംസ വെന്നിക്കൊടി പാറിച്ചു. അതോടുകൂടി മുസ്ലിം ലീഗും UDFും ജാഗ്രത പുലർത്തി. അതുവരെ മഞ്ചേരി എന്നറിയപ്പെട്ട മണ്ഡലം 2009 മലപ്പുറം എന്ന പേരിലേക്ക് മാറി. പുതിയ നായകന് എത്തി E. അഹമ്മദ്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സ്വീകാര്യനായ മുസ്ലിം ലീഗ് നേതാവായിരുന്നു E. അഹമ്മദ്. അദ്ദേഹം മരണം വരെയും പിന്നീട്
മലപ്പുറത്തെ പ്രതിനിധീകരിച്ചു, കേന്ദ്രമന്ത്രിയായി. അങ്ങനെ മലപ്പുറം ജില്ലയ്ക്കും മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിനും നിരവധിയായ നേട്ടങ്ങൾ സമ്മാനിച്ചു. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന് എന്നിവയാണ് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ടു വരുന്നത്. ഇവിടെ മുഴുവൻ മുസ്ലിം ലീഗിൻ്റെ MLA-മാരാണ് ഇന്നും നിലനിൽക്കുന്നത്. ഈ 7 മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ MLA-മാരാണ് വിജയിച്ച് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു പൊന്നാപുരം കോട്ടയായി നമുക്ക് മലപ്പുറത്തെ പറയാൻ സാധിക്കും. എങ്കിലും UDF-ൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും MLA-മാരെ വിജയിപ്പിച്ചു വിട്ട മലപ്പുറത്തിന് അർഹമായ പരിഗണന കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തുലോം കുറവാണെന്ന് പറയേണ്ടി വരും. ഈ അടുത്താണ് അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ആരോഗ്യ മേഖലയുടെയും കാര്യത്തിൽ ധാരാളം അപര്യാപ്തതകൾ നിലനിൽക്കുന്നു. ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും വികസന അപര്യാപ്തതകൾ മുഴലിച്ചു നിൽക്കുകയാണ്. ഇങ്ങനെ നിരവധി രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങൾ കൊണ്ട് സങ്കീർണമാണ് മലപ്പുറത്തിൻ്റെ സാമൂഹിക ജീവിതം. പൊന്നാനി MP ആയിരുന്ന ET മുഹമ്മദ് ബഷീറിനെയാണ് UDF ഇത്തവണ മലപ്പുറത്ത് കളത്തിലിറക്കിയിരിക്കുന്നത്. ഇടതുപക്ഷമാകട്ടെ DYFI നേതാവായ V വസീഫിനെയാണ് മത്സരിപ്പിക്കുന്നത്. BJP ഡോക്ടർ അബ്ദുൽ സലാമിനെ മത്സരിപ്പിക്കുന്നു. 2019 മലപ്പുറം മണ്ഡലത്തിൽ മത്സരിച്ചത് PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. 2,60,000 പരം വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്. എന്നാൽ 2021 നിയമസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ അദ്ദേഹം ഈ മണ്ഡലത്തിൽ നിന്നും രാജിവെച്ചു. തുടർന്ന് അബ്ദുൽ സമദ് സമദാനിയാണ് മത്സരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഇവിടെ ഗണ്യമായി കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 1,14,000 മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം. UDF-ൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ശക്തി കേന്ദ്രം എന്ന നിലയിൽ മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കാനുള്ള സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. C അച്യുതമേനോൻ്റെയും K കരുണാകരൻ്റെയും തേറമ്പിൽ രാമകൃഷ്ണൻ്റെയും AC ജോസിൻ്റെയും ഒക്കെ രാഷ്ട്രീയ തട്ടകമായിരുന്നു ഈ മണ്ഡലം. തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ, ഒല്ലൂർ, മണലൂർ, പുതുക്കാട്, ഗുരുവായൂർ, നാട്ടിക, ഇരിങ്ങാലിക്കുട എന്നീ മണ്ഡലങ്ങൾ ചേരുന്നതാണ് തൃശ്ശൂർ ലോക്സഭ. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് ഈ മണ്ഡലം ഇന്ന് ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെയാണ് മോദിക്ക് ഗ്യാരണ്ടി എന്ന ഉറപ്പുമായി നരേന്ദ്രമോദി തൃശ്ശൂരിൻ്റെ മണ്ണിലെത്തിയത്. CPI-യും കോൺഗ്രസും മാറി മാറി വിജയിച്ചിട്ടുള്ള ഈ മണ്ഡലത്തിൽ ഇരു മുന്നണികൾക്കും തുല്യമായ സാധ്യതയാണ് എപ്പോഴും ഉള്ളത്. ഈ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വടകര MP ആയ K മുരളീധരനാണ്. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് VS സുനിൽകുമാർ. BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നടനും BJP നേതാവുമായ സുരേഷ് ഗോപി. ഈ മണ്ഡലത്തിലെ ഭൂരിപക്ഷ സമുദായം ഹൈന്ദവ സമുദായമാണ്. രണ്ടാമതായി വരുന്നത് ക്രൈസ്തവരും, മൂന്നാമത് 17% വരുന്ന മുസ്ലിം ജനവിഭാഗവുമാണ് ഉള്ളത്. എന്നാൽ ഈ അടുത്തായി ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായ രാഷ്ട്രീയ മാറ്റത്തിലാണ് പ്രധാനമായും BJP-യും സുരേഷ് ഗോപിയും കണ്ണുവയ്ക്കുന്നത്. എന്നാൽ അതിനെ എത്രത്തോളം പ്രതിരോധിക്കാൻ സാധിക്കും എന്നതിനെ ആശ്രയിച്ചാണ് ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും വിജയ സാധ്യതകൾ. UDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലവിലെ സിറ്റിംഗ് MP ആയ TM പ്രതാപിനെ മാറ്റി വടകര MP ആയ K മുരളീധരനെ കൊണ്ടുവന്നതിൽ കൃത്യമായ രാഷ്ട്രീയമാണ് അവർക്ക് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ മണ്ഡലം പിടിച്ചെടുക്കണമെന്നുള്ള അല്ലെങ്കിൽ BJP-യെ വിജയിപ്പിക്കരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയാണ് മുൻ മന്ത്രിയും ഏറെ ജനകീയനുമായ VS സുനിൽകുമാറിനെ CPI മത്സരരംഗത്ത് ഇറക്കിയിട്ടുള്ളത്. ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ലവ് ജിഹാദ് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ CAA ചർച്ച വിഷയമായി വരുന്നുണ്ട്. മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിലയിരുത്തലും ഇവിടെ നടക്കപ്പെടുന്നുണ്ട്. ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും മാറി മാറി പിന്തുണച്ച ചരിത്രമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. എന്നാൽ സമീപകാല തിരഞ്ഞെടുപ്പുകളിൽ BJP അവരുടെ വോട്ട് ഗണ്യമായി ഉയർത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വിശേഷിച്ച് സുരേഷ് ഗോപിയുടെ രംഗപ്രവേശമാണ് BJP-ക്ക് വലിയ തോതിലുള്ള മുന്നേറ്റം തിരഞ്ഞെടുപ്പുകളിൽ നൽകിയത് എന്നുള്ളത് നമുക്ക് കണക്കുകളിൽ നിന്ന് വ്യക്തമാകും. സുരേഷ് ഗോപി 2019 തിരഞ്ഞെടുപ്പിൽ ഏകദേശം 2,93,000-ലധികം വോട്ടാണ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നേടിയത്. അതുമാത്രമല്ല തൃശ്ശൂർ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം 3-ാം സ്ഥാനത്തായി പോയെങ്കിലും വിജയിച്ച സ്ഥാനാർത്ഥിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അന്തരമെന്ന് പറയുന്നത് 5,000 താഴെ വോട്ട് മാത്രമായിരുന്നു. അങ്ങനെ സുരേഷ് ഗോപിക്ക് മണ്ഡലത്തിലെ ഹൈന്ദവർക്കിടയിലും ക്രൈസ്തവർക്കിടയിലും നിർണായകമായിട്ടുള്ള സ്വാധീനം നേടാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങളൊക്കെ മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. സുരേഷ് ഗോപിക്ക് ഇവിടെ വിഘാതമായി പ്രധാനമായും നിൽക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ കേഡർ വോട്ടുകളും അതോടൊപ്പം തന്നെ കോൺഗ്രസ് UDF വെച്ച് പുലർത്തുന്ന ഐഡിയോളജിക്കലായിട്ടുള്ള അവരുടെ വോട്ടുകളിലുമാണ് സുരേഷ് ഗോപിക്ക് കടന്നു കയറാൻ ഇതുവരെ സാധിക്കാത്തത്.
ഇത്തരം വോട്ടുകളിലേക്ക് കടന്നു കയറുന്നതിന് വേണ്ടിയാണ് സുരേഷ് ഗോപി പള്ളികളിൽ നിത്യമായ സന്ദർശനം നടത്തിയും അതോടൊപ്പം തന്നെ സ്വർണ്ണ കിരീടവും ഒക്കെ നൽകി കോൺഗ്രസ് വോട്ടുകളെ കൂടുതൽ നേടിയെടുക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇടതുപക്ഷ വോട്ടുകളിൽ തന്നെ വിള്ളലുണ്ടാക്കുന്നതിനായിട്ട് ഹൈന്ദവ മേഖലകളിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താനുള്ള ശ്രമങ്ങളൊക്കെ BJP ഇത്തവണ നടത്തുന്നത് കണ്ടു. മോദി നേരിട്ട് തന്നെ മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിൽ നിരവധി തവണ വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഇത്തരത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൊണ്ടും സേവന മേഖലകളിൽ സുരേഷ് ഗോപി നിരന്തരമായി നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുമൊക്കെ തിരഞ്ഞെടുപ്പിൽ വിജയം നേടാനാണ് BJP ശ്രമിക്കുന്നത്. അതിനെ എങ്ങനെ ഇടതുപക്ഷത്തിനും UDFനും പ്രതിരോധിക്കാൻ സാധിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത്. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നടത്തിയ പഠനത്തിൽ UDFനും LDFനും തുല്യമായിട്ടുള്ള വിജയ സാധ്യതയാണ് നിലനിൽക്കുന്നത്. എങ്കിലും ഒരു പടി മുന്നിൽ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അദ്ദേഹം വളരെ ജനകീയനായ ഒരു കൃഷിമന്ത്രിയായിരുന്നു. തൃശ്ശൂരിൻ്റെ എല്ലാ സാംസ്കാരികമായ രാഷ്ട്രീയ പ്രവർത്തന മേഖലകളിലും അദ്ദേഹം നിറഞ്ഞ സാന്നിധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു മുൻതൂക്കം ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. എങ്കിലും K മുരളീധരൻ്റെ സാധ്യതയെ നമുക്ക് എഴുതി തള്ളാൻ സാധിക്കുന്നില്ല. അദ്ദേഹം K കരുണാകരൻ്റെ പുത്രനാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൃത്യമായി നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. ക്രൈസ്തവർക്കിടയിലും അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സമൂഹമായ ക്രൈസ്തവർക്കിടയിൽ അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട്. മുന്നാക്ക ഹൈന്ദവ സമുദായത്തിനിടയിൽ നിർണായകമായ സ്വാധീനമുണ്ട്. ഇതൊക്കെയും K മുരളീധരൻ്റെ സാധ്യതകളെയും നിലനിർത്തുന്നുണ്ട്. അതേസമയം ഇവിടെ സുരേഷ് ഗോപിയുടെ സാധ്യതകളെ ഏറ്റവും പ്രധാനമായും പ്രതികൂലമായി ബാധിക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ ചേർന്ന് നടത്താൻ സാധ്യതയുള്ള ക്രോസ് വോട്ടിംഗ് ആണ്. അത്തരത്തിലൊരു ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയ സാധ്യത അസ്തമിക്കപ്പെടുകയും അദ്ദേഹം രണ്ടാമതായി മാത്രം ഫിനിഷ് ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടത്തിയ പഠനത്തിൽ മിക്കവാറും LDFിൻ്റെയോ UDFിൻ്റെയോ ഒരു സ്ഥാനാർത്ഥി ഒന്നാം സ്ഥാനത്ത് വരികയും സുരേഷ് ഗോപി രണ്ടാമത് വരികയും ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. BJPക്കായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഒരു അക്കൗണ്ട് തുറക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് BJPയുടെ ദേശീയ നേതൃത്വവും സംസ്ഥാന കേരള BJP നേതൃത്വവും ഒക്കെ നിലനിൽക്കുന്നത്. എങ്കിലും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സ്വന്തം പ്രതിച്ഛായ കൊണ്ട് മാത്രമാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അദ്ദേഹത്തിന് എത്രത്തോളം പിന്തുണ കേരള ഘടകത്തിൽ നിന്ന് ലഭിച്ചു എന്നുള്ളത് പ്രസക്തമാണ്. BJPക്കായി തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത കുറവാണ്. ഞങ്ങൾ നടത്തിയ പഠനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ വിജയിക്കാനാണ് സാധ്യത. കേരളത്തിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം ടൗൺ, കോവളം, പാറശാല, നെയ്യാറ്റിങ്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. VK കൃഷ്ണമേനോനെ പോലെയുള്ള PKVയെ പോലെയുള്ള നിരവധിയായിട്ടുള്ള പ്രഗത്ഭർ പ്രതിനിധീകരിച്ച ഒരു ലോക്സഭാ മണ്ഡലമാണ് ഇത്. 2019 മുതൽ കഴിഞ്ഞ 15 വർഷമായി തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് പ്രഭാഷകനും എഴുത്തുകാരനും നയതന്ത്രജ്ഞനുമൊക്കെയായ ഡോക്ടർ ശശി തരൂരാണ്. 2009 അദ്ദേഹം ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുമ്പോൾ അദ്ദേഹം ഒരു പരിചിതനായിട്ടുള്ള സ്ഥാനാർത്ഥി ആയിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന് 2009 നല്ല വിജയം നേടാൻ സാധിച്ചിരുന്നു. പിന്നീട് 2014 അദ്ദേഹം നേരിട്ടത് കുമ്മനം രാജശേഖരനെയായിരുന്നു. വളരെ ഭൂരിപക്ഷം കുറഞ്ഞ രീതിയിലാണെങ്കിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചിരുന്നു. മണ്ഡലത്തിൻ്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള പശ്ചാത്തലവും വൈജ്ഞാനികമായിട്ടുള്ള പശ്ചാത്തലത്തെയും കൃത്യമായി പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു നേതാവ് എന്ന നിലയിൽ ശശി തരൂരിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ ഇപ്പോഴും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ശശി തരൂരിന് തുല്യമായിട്ടുള്ള താരപരിവേഷമുള്ള വൈജ്ഞാനിക മേഖലകളിലും സാങ്കേതിക മേഖലയിലും അറിവും ധാരണയുമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് BJP ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിനെ BJP രംഗത്തിറക്കിയിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണ്. എന്നാൽ ഇടതുപക്ഷമാകട്ടെ മുൻപ് തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ചിരുന്ന ലളിത ജീവിതം കൊണ്ടും സാധാരണക്കാർക്ക് സുപരിചിതനുമായിട്ടുള്ള പന്നിൻ രവീന്ദ്രനാണ് ഇത്തവണ മത്സരത്തിന് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം പതിവിൽ കവിഞ്ഞുള്ള ഒരു രൂക്ഷമായിട്ടുള്ള മത്സരമാണ് ഇത്തവണ നേരിടുന്നത്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം 2014 ഒഴിച്ചു നിർത്തിയാൽ വളരെ അനായാസകരമായ മത്സരമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്ഥാനാർത്ഥിത്വവും താഴെത്തട്ടിലെ ജനങ്ങൾക്ക് പരിചിതനായിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പന്നിൻ രവീന്ദ്രൻ്റെ കടന്നുവരവുമൊക്കെ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പിൽ വളരെ പ്രയാസകരമായിട്ടുള്ള മത്സരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രവർത്തകർക്ക് ഊർജ്ജം നൽകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. മുൻപ് തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ചിരുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പന്നിൻ രവീന്ദ്രൻ മത്സരിക്കാൻ എത്തുമ്പോൾ ഇത്തവണ തിരുവനന്തപുരത്തെ മത്സരം കടുക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പഠനത്തിൽ മനസ്സിലാകുന്നത്. ഏതാണ്ട് തുല്യ ശക്തികൾ തമ്മിലുള്ള മത്സരമായി തിരുവനന്തപുരത്തെ മത്സരം മാറുന്നു. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നഗരമേഖലകളിലുള്ള മണ്ഡലങ്ങളിൽ BJPക്ക് കൃത്യമായിട്ടുള്ള മുൻതൂക്കമുണ്ട്. തിരുവനന്തപുരം ടൗൺ, കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ് എന്നീ മണ്ഡലങ്ങളിലൊക്കെ BJP കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ലീഡ് ചെയ്തിട്ടുള്ള മണ്ഡലങ്ങളാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളിലാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇതിന് ഘടകവിരുദ്ധമായി ഇടതുപക്ഷത്തിന് മേധാവിത്വമുണ്ട്. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് ഭരണം പിടിക്കാനായി. ഇതിനൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥിത്വവുമായിട്ടാണ് കോൺഗ്രസ് നിലകൊള്ളുന്നത് എന്നതാണ് ഇവിടെ ശ്രദ്ധേയം. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തെ നമുക്ക് രണ്ടായി വേണമെങ്കിൽ പകുക്കാൻ സാധിക്കും. നഗരമേഖലകളിലുള്ള 4 മണ്ഡലങ്ങളുടെ സ്വഭാവവും തീരദേശ പ്രദേശങ്ങളിലെ മണ്ഡലങ്ങളുടെ സ്വഭാവവും തികച്ചും വ്യത്യസ്തമാണ്. തീരദേശ പ്രദേശങ്ങളിലുള്ള പാറശാല, നെയ്യാറ്റിൻകര, കോവളം എന്നീ മണ്ഡലങ്ങളിലെ സാമുദായിക സമവാക്യങ്ങളും വികസന പ്രശ്നങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. അവിടെ കൂടുതലായി താമസിക്കുന്ന ജനവിഭാഗം എന്ന് പറയുന്നത് നാടാർ സമുദായവും ലത്തീൻ സമുദായവും CSI ക്രൈസ്തവ സമുദായങ്ങളും ഒക്കെയാണ്. അതോടൊപ്പം തന്നെ ഹൈന്ദവ വോട്ടുകളും അവിടെ നിർണായകമാണ്. അതേസമയം തിരുവനന്തപുരത്തിൻ്റെ നഗരമേഖലകളായിട്ടുള്ള മണ്ഡലങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവിടെ മുന്നാക്ക ഹിന്ദു സമുദായത്തിൻ്റെ വോട്ടാണ് പ്രധാനമായും നിർണായകമാകുക. ഈ മേഖലകളിൽ BJP പതിവ് പോലെ തന്നെ വോട്ട് നേടാനുള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ നഗരത്തിലെ പ്രധാനപ്പെട്ട വികസന പ്രശ്നങ്ങളിൽ ശശി തരൂരിന് കഴിഞ്ഞ 15 വർഷം കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന പ്രചരണമാണ് BJP മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഒരു വികസന നായകൻ എന്ന നിലയിൽ BJPക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ നഗരമേഖലകളിൽ പോളിംഗ് കുറഞ്ഞത് അവരെ ചെറുതല്ലാത്ത വിധം ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതേസമയം ശശി തരൂർ കൂടുതലും പ്രതീക്ഷ വച്ചു പുലർത്തുന്ന തീരദേശ മണ്ഡലങ്ങളിൽ ഇത്തവണയും പതിവ് പോലെ തന്നെ പോളിംഗ് ഉണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കുറഞ്ഞെങ്കിൽ പോലും പോളിംഗിൽ മുൻപന്തിയിൽ ഈ 3 നിയമസഭാ മണ്ഡലങ്ങളാണ് നിലനിൽക്കുന്നത്. അവിടുത്തെ ക്രൈസ്തവരുടെ വോട്ടുകൾ കൊണ്ടും അതോടൊപ്പം തന്നെ മുസ്ലിം വോട്ട് ബാങ്കിൻ്റെയൊക്കെ കൺസോളിഡേഷൻ കൊണ്ടും വിജയിക്കാനാകുമെന്നാണ് ശശി തരൂർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷമാകട്ടെ കഴിഞ്ഞ 2-3 തിരഞ്ഞെടുപ്പുകളിൽ 3-ാം സ്ഥാനത്ത് പോയതിൻ്റെ ക്ഷീണം തീർക്കാനാണ് പന്നിൻ രവീന്ദ്രനെ തന്നെ മത്സരിപ്പിക്കുന്നത്. അദ്ദേഹത്തിലൂടെ ഒരു വിജയപ്രതീക്ഷയൊന്നും അവർക്കില്ല എങ്കിൽ പോലും രണ്ടാമത് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ, വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴും പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് മണ്ഡലത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടത്. ടെക്നോ പാർക്കിൻ്റെ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളെ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ ചർച്ചയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം തൻ്റെ 15 വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് മറുപടി പറയാനാണ് ശശി തരൂർ ശ്രമിച്ചത്. എന്നാൽ ഇടതുപക്ഷമാകട്ടെ പിണറായി സർക്കാർ ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള വികസനങ്ങൾ, കഴിഞ്ഞ 8 വർഷം നടത്തിയ വികസനങ്ങളെ ചർച്ചയാക്കിക്കൊണ്ടാണ് ഇതിനെല്ലാം നേരിട്ടത്. മാത്രമല്ല വിശ്വപൗരന്മാരെക്കാൾ കൂടുതൽ വിശ്വസ്തരായിട്ടുള്ള അവരെയാണ് ആവശ്യം. അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് പന്നിൻ എന്ന് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം. ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ CPIMൻ്റെ ജില്ലാ സെക്രട്ടറിയായ സഖാവ് V. ജോയി ആണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായും CPIയുടെ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് മത്സരിച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരം പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ നിരവധി CPM പ്രവർത്തകർ V. ജോയിയുടെ വിജയത്തിനായിട്ട് പ്രവർത്തിക്കാൻ പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇത് തിരുവനന്തപുരം മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. എങ്കിലും പ്രവർത്തകർക്ക് ആവേശം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി വരികയും ഇടതുപക്ഷം അവരുടെ കേഡർ വോട്ടുകൾ കൂടുതലായിട്ടും പന്നിൻ രവീന്ദ്രൻ തന്നെ ചെയ്തിട്ടുള്ളത് കൊണ്ട് വലിയ തോതിലുള്ള ഒരു പിന്നോക്കം പോക്ക് CPI സ്ഥാനാർത്ഥിയായിട്ടുള്ള പന്നിൻ രവീന്ദ്രൻ ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നില്ല. ഈ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ നടത്തിയ പഠനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ശശി തരൂരിൻ്റെ സുനിശ്ചിതമായ വിജയമാണ്. CPIMൻ്റെ രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രമാണ് കണ്ണൂർ. എന്നാൽ ഏറെക്കാലമായി കണ്ണൂരിൽ വിജയിക്കുന്നത് UDF ആണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നിവ ചേരുന്നതാണ് ഇന്നത്തെ നിലയിലുള്ള
കണ്ണൂർ പാർലമെന്റ് മണ്ഡലം. CPM-ന്റെ ഇന്നത്തെ ഒന്നാം നിര നേതാക്കന്മാർ മുഴുവൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. CPM-ന്റെ മുൻനിര നേതാക്കന്മാരായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, MV ഗോവിന്ദൻ, EP ജയരാജൻ, P ജയരാജൻ, MV ജയരാജൻ, KK ശൈലജ ഇവരൊക്കെയും കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. CPM-ന്റെ ക്രെംലിനാണ് കണ്ണൂർ. എന്നാൽ ആ ക്രെംലിനിൽ ഇന്ന് വിജയക്കൊടി പാറിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ടാണ് CPM-ന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുവായ K സുധാകരനെ പരാജയപ്പെടുത്താൻ MV ജയരാജനെ അവർ കളത്തിലിറക്കിയിരിക്കുന്നത്. BJP ആകട്ടെ ഇത്തവണ മത്സരിപ്പിക്കുന്നത് K സുധാകരൻ്റെ വിശ്വസ്തനും കോൺഗ്രസ്സുകാരനുമായിരുന്ന C രഘുനാഥിനെയാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളം ഇടതുപക്ഷം ഭരിക്കുന്നതിനാൽ കണ്ണൂരിലേക്ക് നിരവധി വികസന പ്രവർത്തനങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ അത് രാഷ്ട്രീയമായി സമ്മതിക്കാൻ UDF തയ്യാറല്ല. ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ഘടകമായി മാറുന്നത് വികസന പ്രശ്നങ്ങൾ മാത്രമല്ല, കണ്ണൂരിനെ സംബന്ധിച്ചും ന്യൂനപക്ഷ രാഷ്ട്രീയം അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക കണ്ണൂരിൻ്റെ ജനവിധിയായി മാറാൻ സാധ്യതയുണ്ട്. സമീപകാലത്തായി K സുധാകരൻ നടത്തിവരുന്ന ചില പ്രസ്താവനകൾ ന്യൂനപക്ഷ വോട്ടർമാരെ UDF-ൽ നിന്ന് അകറ്റുമോ എന്ന് UDF നേതൃത്വം ആശങ്കപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ഷാഫി പറമ്പിലിൻ്റെ വടകരയിലെ സ്ഥാനാർത്ഥിത്വം കണ്ണൂരിലെ UDF പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് നൽകിയത്. അവർ കൂട്ടമായി വടകരയിൽ പോയി പ്രവർത്തിച്ചു. അത് കണ്ണൂരിൽ K സുധാകരൻ്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്ന സാഹചര്യമുണ്ടായി. എങ്കിലും ഇതിനെയെല്ലാം തൻ്റെ രാഷ്ട്രീയ ചടുല നീക്കം കൊണ്ട് തന്ത്രഞ്ഞതുകൊണ്ട് മറികടക്കാനാണ് K സുധാകരൻ ശ്രമിച്ചത്. സാധാരണഗതിയിൽ K സുധാകരനെ എപ്പോഴും വിജയിപ്പിക്കുന്നത് ഇരിക്കൂറും പേരാവൂറുമാണ്. എന്നാൽ ഇത്തവണ അവിടെ പോളിംഗ് നന്നേ കുറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ആ മേഖലയിൽ ക്രിസംഖികളുടെ വളർച്ച ദ്രുതഗതിയിൽ സംഭവിക്കുകയാണ്. ഇതെല്ലാം K സുധാകരൻ്റെ രാഷ്ട്രീയ സാധ്യതകളെ അടച്ചു കളയുന്നുണ്ട്. അപ്പോഴും K സുധാകരന് ആശ്വസിക്കാൻ ഒരു വകയാണുള്ളത്. അത്രയ്ക്കും ജനകീയനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ അല്ല തനിക്ക് എതിരായി കിട്ടിയത്. ഇടതുപക്ഷമാകട്ടെ സംസ്ഥാന സർക്കാരിൻ്റെ 8 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയും K സുധാകരൻ്റെ ചില സമീപകാല പ്രസ്താവനകളിൽ ഊന്നിയുമാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ K സുധാകരനാകട്ടെ തൻ്റെ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ കൊണ്ടും അക്രമ രാഷ്ട്രീയത്തെ മണ്ഡലത്തിൽ ഉടനീളം ചർച്ചയാക്കിക്കൊണ്ടുമാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രചരണങ്ങളുടെ മുനയൊടിക്കാൻ ശ്രമിച്ചത്. ഞങ്ങൾ നടത്തിയ പഠനത്തിൽ UDF സ്ഥാനാർത്ഥി K സുധാകരൻ കണ്ണൂരിൽ വിജയിക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. കടത്തനാടൻ പാരമ്പര്യമുള്ള മണ്ണാണ് വടകര. വടകര എക്കാലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വളക്കൂറുള്ള മണ്ണായിരുന്നു. വടകരയിൽ നിന്നാണ് AK പ്രേമജവും P സതീദേവിയുമൊക്കെ വിജയിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ 2009 ശേഷം വടകരയുടെ രാഷ്ട്രീയ സ്വഭാവം അപ്പാടെ അങ്ങ് മാറി. ഒരു കോൺഗ്രസ്സുകാരനായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച് പിന്നീട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന KP ഉണ്ണികൃഷ്ണനാണ് വടകരയെ ഏറ്റവും കൂടുതൽ കാലം പ്രതിനിധീകരിച്ച വ്യക്തി. പിന്നീട് CPIM-ന്റെ വനിതാ നേതാക്കളായ AK പ്രേമജവും P സതീദേവിയുമൊക്കെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 2009 ഈ മണ്ഡലം പുനർനിർണയം ചെയ്തതോടുകൂടിയാണ് മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം മാറിയത്. P സതീദേവിയെ 2009 മുല്ലപ്പള്ളി രാമചന്ദ്രൻ തോൽപ്പിച്ചതോടുകൂടിയാണ് കോൺഗ്രസ് തുടർച്ചയായി ഈ മണ്ഡലത്തിൽ വിജയിക്കാൻ ആരംഭിച്ചത്. 2014 യുവജന നേതാവായ AN ഷംസീറിനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടകരയിൽ മത്സരിപ്പിച്ചത്. എന്നാൽ TP ചന്ദ്രശേഖരന്റെ കൊലപാതകവും അക്രമ രാഷ്ട്രീയം മണ്ഡലത്തിലാകെ ചർച്ചയായതുമൊക്കെ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി. മുല്ലപ്പള്ളി രാമചന്ദ്രൻ 3000-ൽ പരം വോട്ടുകൾക്ക് വീണ്ടും പാർലമെന്റിലെത്തി. 2019 മണ്ഡലം തിരിച്ചുപിടിക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് P ജയരാജനെ ഇടതുപക്ഷം മത്സര രംഗത്തിറക്കിയത്. എന്നാൽ K മുരളീധരനോട് അദ്ദേഹം പരാജയപ്പെട്ടു. ഏറെക്കാലങ്ങളായി കൈവിട്ടുപോയ തങ്ങളുടെ ഉറച്ച കോട്ടയായ വടകര തിരിച്ചുപിടിക്കുന്നതിനാണ് ജനകീയ നേതാവായ മട്ടന്നൂർ MLA KK ശൈലജയെ CPIM ഇത്തവണ മത്സര രംഗത്ത് ഇറക്കിയത്. യുവാക്കൾക്കിടയിലും സ്ത്രീകൾക്കിടയിലും നിർണായകമായ സ്വാധീനമുള്ള KK ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം തീർച്ചയായും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമാണ് ഉണ്ടാക്കിയത്. എന്നാൽ അതേ നാണയത്തിൽ തന്നെയാണ് കോൺഗ്രസും തിരിച്ചടിച്ചത്. സിറ്റിംഗ് MP ആയ K മുരളീധരനെ അദ്ദേഹത്തിൻ്റെ അസംതൃപ്തിക്കിടയിലും തൃശ്ശൂരിലേക്ക് മാറ്റുകയും പാലക്കാട് MLA-യും യുവനേതാവുമായ ഷാഫി പറമ്പിലിനെ വടകരയിൽ മത്സരിപ്പിക്കുകയും ചെയ്തു. ഇത് വടകരയുടെ രാഷ്ട്രീയ ചിത്രത്തെ ആകമാനം മാറ്റി. BJP ആകട്ടെ ഇത്തവണ മത്സരിപ്പിക്കുന്നത് CR പ്രഫുൽ കൃഷ്ണനെയാണ്. ഏറെ രാഷ്ട്രീയമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയൊന്നും BJPക്ക് ഇല്ല എങ്കിൽ കൂടിയും കോലീബി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനമിട്ട മണ്ണാണ് വടകര. BJPയെ സംബന്ധിച്ചിടത്തോളം
വ്യക്തമായ രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത ഒരു മണ്ഡലമാണ് വടകര. ചുരുക്കം ചില പോക്കറ്റുകളിലല്ലാതെ BJPയുടെ സാന്നിധ്യം ഈ മണ്ഡലത്തിൽ നന്നേ കുറവാണ്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി, കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര എന്നീ നിയമസഭാ മണ്ഡലങ്ങളും ചേരുന്നതാണ് വടകര പാർലമെന്റ് മണ്ഡലം. വടകര ഒഴികെ ബാക്കി 6 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ ഇടതുപക്ഷ സ്വാധീനമുണ്ട്. KK രമ മാത്രമാണ് വടകരയിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. എങ്കിലും ഈ 7 നിയമസഭാ മണ്ഡലങ്ങളും പൊതുവെ ഇടതുപക്ഷ സ്വാധീനമുള്ളതും ഇടതുപക്ഷ സ്വഭാവം പുലർത്തുന്നതുമായ മണ്ഡലങ്ങളാണ്. കേരളമാകെ ഉറ്റുനോക്കിയ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പായിരുന്നു വടകരയിൽ സംഭവിച്ചത്. KK ശൈലജയുടെയും ഷാഫി പറമ്പിലിന്റെയും സ്ഥാനാർത്ഥിത്വത്തോടുകൂടി വടകര 2 MLA മാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന മണ്ഡലമായി മാറി. ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥിത്വം UDF പ്രവർത്തകർക്ക് മണ്ഡലത്തിലാകമാനം വലിയ ഊർജ്ജമാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രചരണമാണ് UDF ഇത്തവണ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി വടകരയിൽ നടത്തിയത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി വലിയ റോഡ് ഷോകളും വലിയ രാഷ്ട്രീയ പ്രചരണ യോഗങ്ങളുമാണ് വടകരയിൽ നടന്നത്. ഇത് തെളിയിക്കുന്നത് വടകരയിലെ മത്സരം രൂക്ഷമായിരുന്നു എന്ന് തന്നെയാണ്. കേരളം ഉറ്റുനോക്കിയ ഈ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ ചർച്ചയായത് വികസനത്തിന്റെ രാഷ്ട്രീയം മാത്രമായിരുന്നില്ല. അതിനേക്കാൾ ഉപരി ബോംബിന്റെ രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും ഹെയ്റ്റ് സ്പീച്ചും കാഫിർ പദപ്രയോഗവും ഒക്കെ വടകരയുടെ ജനവിധിയെ തീർച്ചയായും സ്വാധീനിച്ചിട്ടുണ്ട്. കേരളത്തിലെമ്പാടും സ്വീകാര്യതയുള്ള ഒരു ജനകീയ നേതാവാണ് KK ശൈലജ. മാത്രമല്ല വടകര ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ നോക്കിയാലും KK ശൈലജയ്ക്ക് അനുകൂലമായ ജനവിധിയാണ് വടകരയിൽ ഉണ്ടാവേണ്ടത്. എന്നാൽ അതിനെ അട്ടിമറിക്കാൻ പോകുന്ന ചില സാമൂഹിക സമവാക്യങ്ങൾ വടകരയിൽ സംഭവിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുള്ള മുസ്ലിം വോട്ടർമാരും സ്ത്രീകളും യുവാക്കളും ഷാഫി പറമ്പിലിനെ അംഗീകരിക്കുകയാണെങ്കിൽ അത് ശൈലജ ടീച്ചറിനും ഇടതുപക്ഷത്തിനും ആഘാതമായി മാറാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ സംഭവിച്ചാൽ ഞങ്ങൾ നടത്തുന്ന പഠനപ്രകാരം ചെറിയ ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിൽ വിജയിക്കാനാണ് സാധ്യത.